ഡിയർ ഫാമിലി, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം അല്ലേ, ഒക്ടോബർ മാസം ഉണ്ടാവും എന്ന് നമുക്കിപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നം ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടുന്ന് പഠിക്കുമെന്നൊക്കെയാണ്. കാര്യം ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഞാനും ഒരു റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന്. ഇതിന്റെയൊക്കെ ലൈവ് ക്ലാസ്സസ് നമ്മൾ നേരത്തെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം ആ ലൈവ് ക്ലാസ്സസിന്റെ റെക്കോർഡഡ് സെഷൻ ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി അപ്ലോഡ് ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഫ്രീ കോഴ്സാണ്. പ്ലേലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്ലേലിസ്റ്റിൽ മുൻപ് അപ്ലോഡ് ചെയ്ത ലീഗൽ വൊക്കാബുലറിയുടെ ക്ലാസ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിസൈർ റൈറ്റിംഗ് ആണല്ലേ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണത്. ആ മേഖല ആദർശ് സാർ കഴിഞ്ഞ SI റാങ്ക് ലിസ്റ്റിലുള്ള വ്യക്തിയാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അദ്ദേഹം. ഈ സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആണ് അദ്ദേഹം. നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക് നല്ല വെടിപ്പായിട്ട് എടുത്തു തരും. ക്ലാസ് നോട്ട്സ് ടെലിഗ്രാമിൽ കിട്ടുന്നതാണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇത്തരത്തിലുള്ള ക്ലാസ് നോട്ട്സും ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഒക്ടോബർ മാസം നമുക്ക് പരീക്ഷ വരികയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നവംബറിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാത്തിനും ഒരു സമഗ്രമായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെ നമുക്ക് നടത്താൻ കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം. പക്ഷെ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും അങ്ങോട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ബാക്കി ക്ലാസ്സുകളും റെഗുലർ ആയിട്ട് നമ്മൾ ഇനി ഈ മാസം കൊണ്ട് അപ്ലോഡ് ചെയ്ത്, അതായത് ഒരു മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്ത് തീർക്കാനുള്ള പ്ലാനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സസ് ലൈവായി റിവിഷന്റെ ഫോർമാറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ഇനിയുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്ലാസ്സും ഹാൻഡിൽ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. എഗെയിൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലുള്ള പരീക്ഷകളുടെ അഫോർഡബിൾ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും ആഴത്തിൽ ചില ബാച്ചസ് എക്സാം എന്നാണോ അതുവരെയാണ് ക്ലാസ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്ലാറ്റിനം ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റി കിട്ടുന്നതാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു പെയ്ഡ് ബാച്ച് ഉണ്ടാവില്ല, ഈ ഒരു ഫ്രീ ബാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റ് ബാച്ചസിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ 10th +2 KAS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു. ഡിസ്ക്രിപ്റ്റീവ് ഉള്ള എക്സാംസിനെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രൈസി. അപ്പോ എല്ലാരും എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സാമിന് ഒരു മണിക്കൂർ മുന്നേ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് പോയി നമ്മൾ എഴുതി വെക്കും, എന്തെങ്കിലും എഴുതും. കാര്യം അതിനി പ്രത്യേകിച്ച് മുന്നേ പഠിച്ചിട്ട് പോകാനൊന്നും ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കൂടുതൽ ആൾക്കാർ. പ്രൈസി ഒരു മിയർ സമ്മറി അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രൈസി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യനും ചെയ്യാൻ നോക്കും. ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യം. ഞാൻ ഇങ്ങനെ പറയും, അത് നിങ്ങൾക്ക് മനസ്സിലായി ആയില്ലെങ്കിൽ നിങ്ങൾ പറയണം. പിന്നെ ഒരു മോക്ക് വേറൊരു പ്രൈസിങ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ പേര് ആദർശ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് കയറുന്നവര് കുറച്ച് പേരെ കാണത്തുള്ളായിരിക്കും അല്ലേ. എനിവേ, അപ്പൊ ഇന്ന് നമ്മളെ പ്രൈസി സിലബസ് അറിയാലോ. സിലബസിൽ പ്രൈസിക്ക് എത്ര മാർക്കാണ് വരുന്നത്? 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു മാക്സിമം 15 മിനിറ്റ്സ് ആണ് നമുക്ക് പ്രൈസി എഴുതാനായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പം അതിൽ കൂടുതൽ സമയം അത് എടുക്കരുത്. കാര്യം 10 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് എഴുതാതിരിക്കാനും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സമയം എപ്പോഴും ഈ 3 കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞായിരുന്നു ഒരു അറൌണ്ട് ടൈം എത്ര എടുക്കാമെന്ന്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും എഴുതാൻ. അപ്പം ഈവൻ ദോ പ്രൈസ് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും അതില് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്താൽ നന്നായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഒറിജിനാലിറ്റി ഇല്ലാതെ ജസ്റ്റ് റാൻഡം അതിലുള്ള സംഭവങ്ങൾ അതുപോലെ എഴുതുന്ന പോലെ ആയിപ്പോകും. ഓക്കെ, സോ എന്താണ് പ്രൈസി? പ്രൈസി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓൾഡ് ലാറ്റിൻ വേർഡ് ആണ്. പ്രൈസി ഓൾഡ് ലാറ്റിൻ വേർഡ് അല്ല. ഇതിന്റെ പ്രൈസി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. ഏറ്റവും അവസാനത്തെ അതിന്റെ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഓൾഡ് ലാറ്റിനിൽ തുടങ്ങി മിഡ് ലാറ്റിൻ വന്നു, പിന്നെ മിഡ് ഫ്രഞ്ചിൽ വന്ന വേർഡാണ് പ്രൈസി. അതാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം പ്രസിഡെയർ എന്നായിരുന്നു.
PRAECIDERE, സിഡെയർ എന്ന് പറഞ്ഞാൽ കട്ടെന്നുള്ളൊരു സിഡർ എന്ന് പറയുമ്പോൾ ഒരു കട്ടെന്നുള്ള ഒരു മീനിങ് ആണ്. ഇപ്പൊ ടു കട്ട് ഓഫ് അല്ലെ ഷോർട്ടൻ അല്ലെ എന്താ കൺസൈസ് കണ്ടൻസ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതിന്റെ റൂട്ട് വേർഡ് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എവിടെയും എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം വേണമെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാർട്ടിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. ഒരു വെറൈറ്റിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാമല്ലോ. അപ്പം കറന്റ്ലി ഇത് ഫ്രഞ്ചിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ബട്ട് ഇതിന്റെ ഏറ്റവും ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഓൾഡ് ലാറ്റിൻ റൂട്ടാണ്. ഓക്കെ, എനിവേ ഇതിന്റെ കറക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: എ കൺസൈസ് സമ്മറി ഓഫ് ദ എസെൻഷ്യൽസ് ഓഫ് എ ടെക്സ്റ്റ്. നമ്മൾ സമ്മറി അല്ലെങ്കിൽ ജസ്റ്റ് മെയിൻ തീം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ അതെല്ലാം ഒന്നും കംപ്ലീറ്റ് അല്ല. ബട്ട് പ്രൈസി ആണ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇതിന്റെ. സമ്മറിയുടെ തന്നെ ഇപ്പം സമ്മറി എന്ന് പറഞ്ഞാൽ റാൻഡം കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് വേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെ വേണ്ടാത്തതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫോമിനെയാണ് പ്രൈസി എന്ന് പറയുന്നത്. അപ്പൊ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രിഫറബിളി 1/3 ഓഫ് ദ ലെങ്ത് ഓഫ് ദ പാസേജ് ആണ് നമ്മൾ പ്രൈസി ആക്കേണ്ടത്. ഐ മീൻ ഇപ്പൊ 300 വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 100 വേർഡ്സ് ആക്കണം. അപ്പൊ ഈ 100 വേർഡ്സ് എന്ന് പറയുന്ന സംഭവം ക്യാൻ ബി ഒരു പ്ലസ് ഓർ മൈനസ് 10 വരാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും ആ ഒരു വേർഡ് നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. അത് ചുമ്മാ പറയുന്നതല്ല. 200-300 വേർഡിന്റെ ഒരു പാസേജ് നിങ്ങൾ 150 വേർഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ആണെങ്കിൽ അവർക്ക് ഒട്ടും മാർക്ക് തരാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട് പ്രൈസ് എഴുതുന്നതിന്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിന്റെ ഏറ്റവും മെയിൻ ഒരു റൂൾ ഇത് തന്നെയാണ്: 1/3 ആക്കണം. 1/3 ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 10 വേർഡ്സ് ഒന്നും വലിയ സീനില്ല. അതും എക്സാക്ട് 10 വേർഡ്സ് അങ്ങനൊന്നും ഇല്ല. എങ്കിലും നിങ്ങൾ ക്ലോസ് ടു 1/3 ആക്കാൻ നോക്കുക മാക്സിമം. ആൻഡ് അഗെയിൻ പ്രൈസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. ഒരു 3 C's നിങ്ങൾ പഠിച്ചിരിക്കുക: ക്ലിയർ, കൺസൈസ്, കംപ്ലീറ്റ്. വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പാസേജിൽ നിന്ന് എടുത്ത് എഴുതുന്ന സാധനം ഇറ്റ് ഷുഡ് ബി ഈസി ടു പെർസീവ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഇന്റർപ്രറ്റ്. ആ രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതുന്നത്. ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം കൺസൈസ് ആയിരിക്കണം. എന്തുകൊണ്ടാ കൺസൈസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്? കൺസൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ വിത്ത് വെരി ഫ്യൂ വേർഡ്സ് ആൻഡ് എന്താ അനാവശ്യമായ വേർഡിനെസ് ഒന്നും വേണ്ട. ഒരുപാട് വേർഡ്സോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസോ വേണ്ട. എത്രത്തോളം ചുരുക്കാം, എത്രത്തോളം ഷോർട്ടൺ ചെയ്യാം, എത്രത്തോളം കണ്ടൻസ് ചെയ്ത് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാം, ആ രീതിയിൽ വേണം നമ്മൾ പ്രൈസി അറ്റൻഡ് ചെയ്യാൻ. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നമ്മൾ തള്ളായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷെ ഈ സാധനങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എഴുതാനും പറ്റും. ഓക്കെ, ഇതിന്റെ പിന്നെ മൂന്നാമത്തെ കംപ്ലീറ്റ് എന്ന് കൊടുക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഹാവ് ഓൾ ദ എസെൻഷ്യൽ പാർട്സ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, എസെൻഷ്യൽസ് ഓഫ് എ ടെക്സ്റ്റ്. കൺസൈസ് സമ്മറി ഓഫ് ദ എസെൻഷ്യൽസ് ഓഫ് എ ടെക്സ്റ്റ്. എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം വേണം. അപ്പോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർട്സ് എല്ലാം ഉൾക്കൊള്ളിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇനി എത്ര റൂൾസ് എല്ലാം നോക്കി കഴിഞ്ഞാലും ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഓർത്തിരിക്കുക. ക്ലിയർ, കൺസൈസ് ആൻഡ് കംപ്ലീറ്റ് ആണോ? ഒരു ഫ്രേസ്, ഒരു വലിയൊരു ഫ്രേസ് അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഷോർട്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഓക്കെ, ദെൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് പ്രൈസി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുമ്പോ എപ്പോഴും ഒരു പ്രൈസി എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് സാധനം, ഇത് എവിടുന്ന് വന്നു? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ പ്രൈസി എന്ന് പറയുന്ന സംഭവം നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും എനി ഐഡിയ? ഈ പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാറ്റിൽ കിടക്കുന്ന സ്പെല്ലിങ് കറക്റ്റ് അല്ല കേട്ടോ. PRECISE ഇല്ല, CISA ഉള്ളൂ. സ്പെല്ലിങ് തെറ്റരുത്. ഓക്കെ, എനി ഐഡിയ എന്തുകൊണ്ടാണ്
വൈ പ്രൈസി ഈസ് റിക്വയർഡ്. ഈ പ്രൈസി എന്താണ് അതിന്റെ മെയിൻ എയിം? എന്തിനാണ് പ്രൈസി? ടു ദ പോയിന്റ് മാറ്ററിനെ പ്രസന്റ് ചെയ്യാൻ. യാ, ശരിയാണ്, അതുണ്ട്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് മെയിൻ ഐഡിയ ഉണ്ടോ എന്ന് നോക്കാൻ. യെസ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കഴിവ് ഇതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് വാട്ട് യു ഹാവ് റെഡ് ഇൻ ദ മോസ്റ്റ് കൺസൈസ് ആൻഡ് ക്ലിയർ മാനർ. ആ ഒരു സംഭവം നിങ്ങളുടെ ജീവിതകാലം മൊത്തവും എവിടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ആ സംഭവമാണ് ശരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ഷോർട്ടാക്കി കൺസൈസ് ആയിട്ട് ലോജിക്കൽ ഫ്ലോയോട് കൂടി എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളാണ്. എല്ലാ മേഖലയിലാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും കൂടുതലും പല സ്ഥലങ്ങളിലും. ഏത് ജോലിയാണെങ്കിലും സംസാരിക്കാനുള്ള കഴിവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെയാണ് എഴുതാനുള്ള കഴിവും. അപ്പം അതുകൊണ്ട് തന്നെ ടൈം എഫിഷ്യന്റ് ആയിട്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പോയിന്റ്സ് ആണ്. ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ടു ദ പോയിന്റ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ടൈം എഫിഷ്യന്റ്. അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രൈസിയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. സവിത ശ്രദ്ധിക്കണേ. അബ്രീവിയേഷൻസ് പ്രൈസിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. നിങ്ങൾ ഈ വാട്സപ്പ് ലാംഗ്വേജ് എല്ലാം വെച്ചിട്ട് ചിലപ്പം ആൻഡ് ഒക്കെ നമ്മൾ ഈ ഇതിടും. അത് മറ്റേ ആ സംഭവം ഒന്നും ഇടരുത്. AND എന്ന് തന്നെ എഴുതണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ പ്രൈസിയുടെ ഒരു വേറൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫെമിലിയർ ആയിട്ടുള്ള പാസേജസും അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള പല ഐഡിയാസും ആൾക്കാരിൽ എത്തിക്കാനും സഹായിക്കും. അതും ഒരു എയിമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സലന്റ് അല്ലെങ്കിൽ എക്സലന്റ് എക്സസൈസ് ഇൻ റീഡിംഗ് ആണത്. റീഡിങ്ങിലെ പ്രൈസി എന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് വായിക്കാൻ ഉള്ള കഴിവ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഫോഴ്സസ് യു ടു പേ എക്സ്ട്രീം അറ്റൻഷൻ, അല്ലെ? വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും അറ്റൻഷൻ കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് റീഡിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ റൈറ്റിങ്ങിനും. കാര്യം എക്സ്പ്രസിങ് തിങ്സ് ഇൻ മോസ്റ്റ് കൺസൈസ് ആൻഡ് എഫക്റ്റീവ് മാനർ. അപ്പൊ അതുകൊണ്ട് റൈറ്റിങ്ങിലും അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസി ഭയങ്കര അനിവാര്യമാണ്. ലൈഫിൽ പല സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ബേസിക്കലി റിക്വയർമെന്റ് ഓഫ് പ്രൈസി. എക്സെട്ര എന്നുള്ളത് യൂസ് ചെയ്യാത്തതാ നല്ലത് മാക്സിമം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് പ്രൈസി. ഇപ്പൊ ദാണ്ടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഈ ഡിസ്ക്രിപ്റ്റീവില് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഒറിജിനൽ ടെക്സ്റ്റ്. അതിൽ എഴുതിയേക്കുന്ന എന്താണോ അത് മാത്രമായിരിക്കണം നമ്മൾ ഇങ്ങോട്ട് അത് മാത്രമായിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പം റൈറ്ററിന്റെ മൂഡും റൈറ്ററിന്റെ ടോൺ വരെ നമ്മൾ മാറ്റാൻ പാടില്ല. റൈറ്റർ ഒരു പർട്ടിക്കുലർ ടോണിലായിരിക്കും എഴുതിയേക്കുന്നത്. നിങ്ങൾ എഴുതിയേക്കുന്ന സാധനങ്ങൾ, നിങ്ങൾ പ്രൈസ് എഴുതിയപ്പം എഴുതിയ കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിൽ പോലും പുള്ളി ഉദ്ദേശിച്ച ടോണിലല്ല അത് കൺവേ ആയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് അതിൽ നിങ്ങൾ ഒരു കാര്യം ആഡ് ചെയ്യല്, ഒരു കാര്യം കമന്റ് ചെയ്യല്, ഒരു കാര്യം എഡിറ്റ് ചെയ്യല്, ഒന്നും ആഡ് ചെയ്യല്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്കുക. ഈ എഴുതിയേക്കുന്ന സാധനത്തെ വേർഡ് നമ്പർ കുറച്ച് സിമ്പിൾ ആക്കി ഒരു സാധാരണ ഒരു ലേമാൻ വന്ന് വായിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കുക. ഓക്കെ, ഈസാമാറൊക്കെ കൗണ്ട് ചെയ്യുമോ? മനസ്സിലായില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി യുണീക്ക് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളെ പ്രൈസ് യുണീക്ക് ആവണം എന്ന് പറയുന്നത് തന്നെ ഈ ഒറിജിനൽ നമ്മുടെ വേർഡിങ്സ് യൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ഇപ്പൊ നമ്മൾ അതിൽ കുറെ വേർഡ്സ് കാണും.
എന്റെ പേഴ്സണൽ സജഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വൊക്കാബുലറി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും വൊക്കാബുലറി കുറവുള്ള ആൾക്കാരാണെങ്കിലും അതിൽ കൊടുത്തേക്കുന്ന വേർഡ്സ് അതുപോലെ എഴുതാൻ നോക്കില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത നമുക്കറിയാവുന്ന സിനോണിംസ് വെച്ചിട്ട് എഴുതാൻ നോക്കുക. എല്ലാം അങ്ങനെ ചെയ്യണമെന്നല്ല, കിട്ടുന്നതൊക്കെ അങ്ങനെ മാറ്റാൻ നോക്കുക. അപ്പൊ തന്നെ ഒരു ചേഞ്ച് വരും, നമ്മുടേതായിട്ടുള്ള വാക്കുകളിൽ എഴുതുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, നമുക്ക് ഷീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ 4 വേർഡ്സ് ആണ്. അതല്ല ചോദിച്ചത്. ഓക്കെ, വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസും മേയും എല്ലാം വരും. 1/3 ആകുമ്പോൾ എക്സാക്ട് കൗണ്ട് എടുക്കുക. എല്ലാ വേർഡ്സും കൗണ്ട് ചെയ്യും. എക്സാക്ട് നമ്പർ ഒന്നുമില്ല. എക്സാക്ട് നമ്പർ നമ്മൾ എറൗണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലേ ഉള്ളൂ. അല്ലാതെ എക്സാക്ട് നമ്പറിൽ നിർത്തലൊന്നും ലോജിക്കലി ഇമ്പോസിബിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തത് ലോജിക്കൽ ഇന്റർകണക്ഷൻ. ലോജിക്കൽ ഇന്റർകണക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പല ആൾക്കാരും ഇപ്പോഴും പ്രൈസ് എഴുതുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു 3 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ എല്ലാ പാരഗ്രാഫിലും ആദ്യത്തെ 1-2 സെന്റൻസ് മെയിൻ ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ പറയുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ലീഡ് സെന്റൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് രണ്ടും ഒക്കെ അങ്ങ് എഴുതത്തോളൂ എന്ന് പറഞ്ഞാൽ 3 പാരഗ്രാഫിലെ ആദ്യത്തെ 2 സെന്റൻസ് എഴുതിയിട്ട് പ്രൈസ് കഴിഞ്ഞു. മനസ്സിലായ? അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വരുന്നത്? ആ ഐഡിയാസ് തമ്മിൽ ഒരു കണക്ഷൻ കാണത്തില്ല, ആ ഒരു ലോജിക്കൽ ഫ്ലോ നഷ്ടപ്പെടും. ഓക്കെ, ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ദ ടെക്സ്റ്റ് അല്ലെങ്കിൽ ദ പ്രൈസി ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്, ഇറ്റ് ഷുഡിൻ ബി സബ്ജക്റ്റീവ്. നമുക്ക് തോന്നുന്ന നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് എഴുതാൻ പറ്റില്ല. കാര്യം ഇതൊരു സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ആണ്. അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് നിന്ന് തന്നെ എഴുതണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സംഭവങ്ങളൊന്നും അത് ഇടാൻ നിൽക്കില്ല. ഒബ്ജക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് തേർഡ് പേഴ്സണിൽ നമ്മൾ എഴുതണം. അല്ലാതെ ഇപ്പം ഞാൻ, ഐ അല്ലെങ്കിൽ വി എന്നൊക്കെ ഉള്ള യൂസേജസ് ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ടാണ് അതിനാണ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ. ഒരു പാരഗ്രാഫ് അല്ലേ അലൗഡ് ഉള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു പാരഗ്രാഫിൽ എഴുതുന്നതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന രീതി വെച്ച് പ്രാക്ടിക്കൽ. കാര്യം ഇപ്പൊ 2-3 പാരഗ്രാഫ് തന്നിട്ട് അത് ഒറ്റ പാരഗ്രാഫ് എഴുതാൻ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ വേറെ ആലോചിക്കണ്ട. ഒരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ എഴുതണം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ. അത് ആലോചിക്കണം. നിങ്ങൾ ഒരിക്കലും എഴുതി വരുമ്പോഴത്തേക്ക് ഐ വി ഞാൻ എന്റെ കാര്യമല്ല ആ രീതിയിലാക്കരുത്. ഓക്കെ, ആൻഡ് ഡോണ്ട് ആഡ് കമന്റ് ഓർ എഡിറ്റ് ഓർ എനിത്തിങ്. Then clarity. Even though main idea of the passage ആയിട്ട് നിങ്ങൾക്ക് മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടേ പോലും നിങ്ങൾ അത് ആഡ് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഡോണ്ട് ആഡ് കമന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എപ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇതിന്റെ സൈസിനെ പറ്റി, നമ്പർ ഓഫ് വേർഡ്സ്. കാര്യം ചില പ്രൈസിലൊന്നും നമ്പർ എഴുതത്തില്ല. എത്ര നമ്പർ ഉണ്ട് ആ പ്രൈസിൽ നിന്ന് മേലെ എഴുതത്തില്ല. ഐ മീൻ നമ്പർ ഓഫ് വേർഡ്സ് ആ പാസേജ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതത്തില്ല. അപ്പൊ ചില സമയങ്ങളിൽ നമുക്കൊന്ന് എണ്ണി നോക്കേണ്ടി വരും. പക്ഷെ എണ്ണി നോക്കുന്നതിനേക്കാളും നമ്മൾ എഴുതുന്ന പ്രൈസി എത്ര വേർഡ്സിൽ എഴുതണം എന്ന് മേ ബി അവർ പറയുമായിരിക്കും. അങ്ങനെ വരും. ഇപ്പം എന്താ റൈറ്റ് ദ പ്രൈസി, കഴിഞ്ഞ വട്ടത്തെ പ്രൈസി ചോദിച്ചെങ്ങനെ റൈറ്റ് ദ പ്രൈസി ഇൻ 90 to 100 വേർഡ്സ്. അപ്പം നമ്മൾ ഊഹിക്കുക 300 വേർഡ്സിനടുത്ത് കാണുമായിരിക്കും. അതിനി അല്ല 270 വേർഡ്സിനടുത്ത് കാണുമായിരിക്കും. അതിനി വായിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഷോർട്ടാക്കി എഴുതിയുമ്പം ജസ്റ്റ് ഒരു ഐഡിയ വെച്ചാൽ മതി. ക്ലാരിറ്റി, യെസ്, ക്ലാരിറ്റി ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഷുഡ് മേക്ക് ദ ഐഡിയാസ് ക്ലിയർ ത്രൂ ദ യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അവസാനത്തെ പാർട്ടിൽ വരുന്നതാണ്. നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ സ്റ്റെപ്പ് പറയുന്നുണ്ട്. പ്രൈസ് എഴുതുന്നതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഇനി അടുത്ത പറയുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ചെക്ക് ചെയ്യേണ്ട, പ്രൂഫ് റീഡിംഗ് ടൈമിൽ ചെക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ് ഗ്രാമാറ്റിക് കറക്റ്റ്നെസ്. നമ്മൾ ഇത്രയും ഷോർട്ട് ആയിട്ട് ഒരു കൺസൈസ് ആയിട്ട് ഒരു സംഭവം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതുണ്ടെങ്കിലും അത് മാർക്ക് കുറയാൻ സാധ്യത ഉണ്ട്. യു ഷുഡ് ബി കെയർഫുൾ വിത്ത് ദ ഗ്രാമർ, ദ സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ. ഈവൻ ദ പങ്ക്ച്വേഷൻ കൊണ്ട് തന്നെ സെന്റൻസുകളുടെ മീനിങ് മാറാം.
ആൻഡ് ഒത്തന്റിസിറ്റി ഓഫ് ദ ഫാക്ട്സ്. ഇപ്പൊ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം. പ്രൈസിയുടെ അകത്ത് ചില ഇമ്പോർട്ടന്റ് ഫാക്ടുകളായിട്ട് കൊടുത്തേക്കുന്ന സാധനങ്ങൾ നിങ്ങൾ മാക്സിമം അല്ല, പാസേജിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആയിട്ട് കൊടുത്തേക്കുന്ന സാധനം നിങ്ങൾ പാസേജിൽ അല്ല പ്രൈസിൽ വരുമ്പോ ആഡ് ചെയ്യണം. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞ് കളയരുത്. ഓക്കെ, ഫാക്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങൾ ചില എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ അത്ര ഇമ്പോർട്ടന്റ് അല്ലാതെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം മൊത്തത്തിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഫീച്ചേഴ്സ് ഓഫ് എന്താ റൂൾസ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓഫ് റൈറ്റിംഗ് എ ഗുഡ് ഒരു ലക്ഷണമൊത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. 2 സെന്റൻസിന്റെ എസെൻസ് കൺജങ്ഷൻ കൊടുത്ത് എഴുതാമോ? അതാണല്ലോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2 or 3 സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് നമുക്ക് തോന്നുന്ന 1-2 ഐഡിയാസ് മാത്രമേ ഉള്ളെങ്കിൽ ആ 2 ഐഡിയാസ് ചേർത്ത് ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ തന്നെ നമ്മൾ 1/3 ആക്കി. അപ്പൊ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഷോർട്ട് ആക്കുന്ന ഒരു മെന്റാലിറ്റി വരണം. 2 പോയിന്റുകൾ ഒരുമിച്ചാക്കാൻ പറ്റുമെന്ന് എപ്പോഴും മൈൻഡിൽ വേണം. അങ്ങനെ ആക്കുവാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യുന്നവർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ ചില ഐഡിയാസ് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊന്നും ഒരു ഇറ്റ്സ് നോട്ട് എ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദെയർ ആർ സം റൂൾസ്. അത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ആർട്ട് ഓഫ് പ്രൈസി റൈറ്റിംഗ്. അപ്പോ ഞാൻ ഇതിനെ ഇപ്പൊ ഷോർട്ട് ആയിട്ട് ഇത്രയും സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം ഓരോന്ന് എടുത്തു വെച്ച് നോക്കി അങ്ങനെയല്ല ഇത് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രൈസി റൈറ്റിങ്ങും കോംപ്രഹെൻഷനും എല്ലാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അൻജിം സാറിന്റെ അടുത്ത് തന്നെ അവിടെ ഇതിനുള്ള എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, റൈറ്റിങ്ങിന്റെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ. അപ്പം അവര് അതിൻ്റെതായിട്ടുള്ള ഇത് തരും, ഹെൽപ്പ് ചെയ്യും നിങ്ങളെ നന്നായിട്ട്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എഴുതി അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനും കറക്റ്റ് ചെയ്ത് തരാം. അതൊന്നും പ്രശ്നമില്ല. അപ്പം ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ ജനറലി ഒരു പ്രൈസി റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ്, വായിക്കണം. ഇത് മറ്റേ ആൻസറിൽ പോയി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്ന രീതി അല്ല. നിങ്ങൾക്ക് അറിയാലോ, കോംപ്രഹെൻഷന്റെ ഒരു പാറ്റേൺ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഓടിച്ച് ആദ്യം ഒന്ന് വായിക്കുക. അപ്പം തന്നെ നമുക്ക് മെയിൻ തീം കിട്ടണം. ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ ഓടിച്ച് വായിക്കുമ്പോൾ തന്നെ ഒരു മെയിൻ തീം കിട്ടുക. സെക്കൻഡ് ആ ഒരു മെയിൻ തീം കിട്ടിയത് വെച്ചിട്ട് നമ്മൾ എന്താ, യു ഷുഡ് അനലൈസ് ദ ടെക്സ്റ്റ് അല്ലെ അനലൈസ് ദ പാസേജ്. In the sense that you should examine, you have to go through that sentences. എന്തൊക്കെയാണ് പോയിന്റുകൾ, അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്ന വേർഡ്സ് അല്ലെ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. യു ക്യാൻ അണ്ടർലൈൻ, യു ക്യാൻ ഹൈലൈറ്റ് ഇൻ വാട്ട് എവർ വേ യു ക്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ആൻഡ് ദെൻ ആ ഫുൾ 3 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ 3 പാരഗ്രാഫ് ഈ സെയിം തിങ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് റിഡണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരയിട്ട് പോവുക. ഇത് ഒരുമിപ്പിക്കുന്നതും അത് ബാക്കി കാര്യം നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ അത്രയും കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിന്റെ ടൈറ്റില്, ഈവൻ ടൈറ്റിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇട്ടില്ലേലും ഇതെല്ലാം എഴുതി തീർന്നിട്ട് ഏറ്റവും അവസാനം ടൈറ്റിൽ കൊടുത്താലും മതി. പ്രൈസി റൈറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു ഷുഡ് ഹാവ് എന്താ ഹെഡ്ലൈൻ ഓർ എ ടൈറ്റിൽ. അത് ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പൊ അതിനൊരു പ്രത്യേക റൂളൊന്നും ഇല്ല ടൈറ്റിൽ ഇങ്ങനെ. പക്ഷെ ഭയങ്കര ഷോർട്ടും ഭയങ്കര ലോങ്ങും ആവാതിരിക്കാൻ മാത്രം നോക്കിയാൽ മതി. ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉള്ള 2-3 വേർഡ്സ് ഉള്ളത് എഴുതാം, അല്ലെ ഒറ്റ വേർഡ് ഉള്ള എഴുതാം. പക്ഷെ ഒറ്റ വേർഡിനേക്കാളും പ്രിഫറബിൾ 2-3 വേർഡ്സിന്റെ ആണ്. അത് എന്റെ ഒരു ഇതാണ്.
ആൻഡ് ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ ഓർ ഹെഡ്ലൈൻ നിങ്ങൾ അവസാനം ചെയ്താൽ മതി, പക്ഷെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ആൻ ഇനിഷ്യൽ ഡ്രാഫ്റ്റ്. ഓക്കെ, ഈ 15 മിനിറ്റ്സിന്റെ ഇടയിൽ ഞാൻ എപ്പോഴാ സാറേ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കരുത്. യു ക്യാൻ, നമ്മൾ വിചാരിച്ചാൽ പറ്റും. നിങ്ങൾ അങ്ങനെ എഴുതി പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈമും ഉണ്ട്. ഈ 15 മിനിറ്റിൽ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ വായന, അല്ലെങ്കിൽ 5 മിനിറ്റിനകത്ത് അനലൈസിങ്ങും എല്ലാം കഴിയും. എന്നിട്ട് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് എഴുതാൻ ഒരു 3-4 മിനിറ്റ് എടുക്കുമെന്ന് വെച്ചോ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 5-6 മിനിറ്റ് ഉണ്ട് എഴുതാനായിട്ട് ഫൈനൽ കോപ്പി. കാര്യം ഇനിഷ്യൽ ഡ്രാഫ്റ്റ് എഴുതി അതിന്റെ നമ്പറും പിന്നെ അതിൻ്റെ അകത്ത് കുറെ എഡിറ്റ്സും പ്രൂഫ് റീഡിങ്ങും ഒക്കെ വരുത്തിയതിന് ശേഷമേ നമുക്ക് പ്രൈസ് എഴുതാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ കയറി നമ്മൾ പാരഗ്രാഫ് നോക്കി അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ നമ്പർ തെറ്റും, എഴുതിയ സാധനം പിന്നെ വെട്ടേണ്ടി വരും. മനസ്സിലായോ? അത് ഇറ്റ്സ് നോട്ട് പ്രിഫറബിൾ, ഈ കട്ട് ചെയ്യുന്നത് എഴുതിയ സാധനം. അതുകൊണ്ട് ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി പോയിട്ട് തെറ്റാത്ത രീതി എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ റഫ് ഡ്രാഫ്റ്റ് ആയാലും മതി. ഓക്കെ, ഡ്രാഫ്റ്റ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതണം. ആൻസർ ഷീറ്റില് ടൈറ്റിലും വേർഡ് കൗണ്ട് ചെയ്യുമോ? അത് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം കേട്ടോ. ഒരു വേർഡ് അല്ലേ, അത് കുഴപ്പമില്ല, കൗണ്ട് ചെയ്താലും ഇല്ലല്ലോ. ഡ്രാഫ്റ്റ് നമ്മൾ ആൻസർ ഷീറ്റിൽ ഡ്രാഫ്റ്റ് എഴുതേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ എഴുതാത്തേ നല്ലത്. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഡ്രാഫ്റ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവസാനത്തെ പേജിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞ? ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യു ഷുഡ് റൈറ്റ് ഇൻ സീക്വൻഷ്യൽ മാനർ. ഓഫ് കോഴ്സ് സീക്വൻഷ്യൽ മാനറിൽ എഴുതണം. കാര്യം ഇനിഷ്യൽ ഡ്രാഫ്റ്റിന്റെ അകത്ത് സീക്വൻസ് വന്നാലല്ലേ നമുക്ക് ബാക്കി സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സീക്വൻഷ്യൽ മാനറിലായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇൻഡയറക്ട് സ്പീച്ച് അല്ലെ തേർഡ് പേഴ്സണിലായിരിക്കണം. എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. എന്നിട്ട് റെപ്പറ്റീഷൻസ്, മിക്കവാറും ഇങ്ങനെയുള്ള സെന്റൻസിൽ വരുന്ന റെപ്പറ്റീഷൻസ് ഒരേ സാധനം തന്നെ എല്ലാ പാരഗ്രാഫിലും പല സ്ഥലങ്ങളിൽ കാണും. അപ്പൊ ഈ റെപ്പറ്റീഷൻസ് ഒന്നും ഉപയോഗിക്കണ്ട. ആദ്യം ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റെപ്പറ്റീഷൻസ് യൂസ് ചെയ്യല്ല. ആൻഡ് എക്സാമ്പിൾസും റെപ്പറ്റീഷൻസും ഒക്കെ നമുക്ക് കുറച്ച് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഫാക്ട്സ് ഒന്നും അവോയ്ഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞ് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള മെയിൻ ആൻഡ് ലാസ്റ്റ് ഫൈനൽ കോപ്പി എഴുതുന്നതിന് മുന്നേ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രൂഫ് റീഡിംഗ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് ചെറിയ എഡിറ്റ് വരുത്താം. വി ക്യാൻ റീമോഡൽ, വി ക്യാൻ ഫർദർ ഷോർട്ടൺ, വി ക്യാൻ ഫർദർ കണ്ടൻസ്. ഇതിന്റെ അകത്ത് വരുന്ന സ്റ്റെപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ചില ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഷോർട്ട് ആക്കാം, ചെറുതാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചില ഫ്രേസസ് നിങ്ങൾക്ക് വേർഡ്സ് ആക്കാം, ചില വലിയ ഫ്രേസസ് വേർഡ്സ് ആക്കാം. അപ്പൊ തന്നെ വീണ്ടും ഷോർട്ട് ആവും. അല്ലെങ്കിൽ ചില വേർഡി സെന്റൻസസ്, ഒരുപാട് വേർഡ്സ് ഉള്ള സെന്റൻസസ് നിങ്ങൾക്ക് ഷോർട്ട് ആക്കാം. എന്നിട്ട് മെയിൻ ആയിട്ട് ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ നോക്കുക. പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ്, അത് ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ നോക്കേണ്ടത്. അതൊന്നും നമ്മൾ ആദ്യം നോക്കത്തില്ല. ആ വായിക്കുമ്പോൾ തന്നെ ഒരു ഫ്ലോ ഉണ്ടോ എന്ന് കൂടെ നോക്കുക. ഫ്ലോ ഇനി അത്രയ്ക്ക് ഫ്ലോ ഒന്നും ഇല്ലെങ്കിലും അത് വെച്ചങ്ങ് എഴുതുക. കാര്യം ഒരുപാട് ഫ്ലോ ഉണ്ടാക്കാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല എക്സാമിന്. അപ്പൊ ഒരു അത്യാവശ്യം ഫ്ലോ കിട്ടുമെങ്കിൽ നല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില വേർഡ്സ് മാറ്റി, നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളത് അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പം എക്സാമ്പിൾസ് ആയത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഓൾവേസ് ഹാവ് ഇൻ മൈൻഡ് 1/3 ആക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. ഐ മീൻ ഒരുപാട് എക്സ്ട്രാ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ആക്കണം വിത്തൗട്ട് മിസ്സിംഗ് ദ വാലിഡ് എസെൻഷ്യൽ പോയിന്റ്സ്. ഓക്കെ, ഡെയിലി എഴുതി പ്രാക്ടീസ് ചെയ്യണോ? എല്ലാ ദിവസവും ഒന്നും എഴുതണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ. കാര്യം ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എഴുതാൻ ഇതിന് എത്ര ടൈം വേണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 15 to 20 മിനിറ്റ്സ് മതി. അപ്പൊ നിങ്ങൾക്ക് 15 മിനിറ്റ്സ് മതി. അപ്പൊ ആ ടൈം വെച്ച് തന്നെ ആദ്യമൊക്കെ എഴുതുമ്പോൾ ആ ടൈം നോക്കണ്ട, ഒരു 20 മിനിറ്റ് എടുത്ത് എഴുതിക്കോ. പക്ഷെ പിന്നീട് സമയം കുറച്ച് 15 മിനിറ്റ് എഴുതുന്ന കണക്ക് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിർത്താം.
എന്തായാലും ഒരു 3-4 എണ്ണമെങ്കിലും മിനിമം എഴുതണം. കാര്യം ഒന്നും എഴുതാതെ പോകില്ല. സപ്പോസ് ആ പാസേജിൽ ഒരു പ്രോവർബ് ഓർ കോട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ഓർ ഷോർട്ടൺ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രോവർബ് യൂഷ്വലി അങ്ങനെ വരാറില്ല. പിന്നെ പ്രോവർബ് അങ്ങനെ കൊടുക്കണമെന്നില്ല. പ്രോവർബ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊരു ഡയറക്ഷൻ ആണ്. ഈ പാസേജിലോട്ടുള്ള ഒരു ഡയറക്ഷൻ മാത്രമാണ് പ്രോവർബ്. അപ്പൊ ആ പ്രോവർബ് കൊണ്ട് നമ്മൾ പ്രസീഡ് അകത്ത് ഇടേണ്ട കാര്യമില്ല. ഓക്കെ, പ്രോവർബിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റ് ആയിരിക്കും ഈ എസ്സേയുടെ ഈ പാസേജിന്റെ അകത്ത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ പ്രോവർബ് വീണ്ടും അത് വേർഡി ആവത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ലാസ്റ്റ് പരിപാടി ഫൈനൽ കോപ്പിയാണ്. ഫൈനൽ കോപ്പിയിൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാ എഡിറ്റിന് ശേഷം ഒരു നീറ്റായിട്ട് കൂടുതൽ കട്ടൊന്നും ഇല്ലാതെ നമ്മൾ ചൂസ് ചെയ്ത ടൈറ്റിലിന്റെ അണ്ടറിൽ എഴുതുക. ഓക്കെ, നമുക്ക് പ്രൈസ് 1 മണിക്കൂർ കൊണ്ടും എഴുതാം, 10 മിനിറ്റ് കൊണ്ടും എഴുതാം. അപ്പം പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് എഴുതാൻ പറ്റും. എല്ലാവർക്കും പ്രൈസ് എഴുതാൻ പറ്റും. പക്ഷെ നല്ലൊരു പ്രൈസ് എഴുതണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, അപ്പോ നിങ്ങൾ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു? കഴിഞ്ഞ വട്ടത്തെ എക്സാം എഴുതിയ പലരും കാണും ഇവിടെ. എന്തായാലും നമുക്ക് ഇനി ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദാണ്ട ക്വസ്റ്റ്യൻ ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കുക. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് മേക്ക് എ പ്രൈസി ഓഫ് ഇറ്റ് ഇൻ 90 to 100 വേർഡ്സ്. കഴിഞ്ഞ വട്ടം ചോദിച്ചതാ 10 മാർക്ക് 90 to 100 വേർഡ്സിൽ ആക്കാൻ പറയുന്നു. 3 പാരഗ്രാഫ് ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പം ഇതിന്റെ ഐഡിയ കൂടുതൽ നമുക്കറിയാം, 270 to 300 വേർഡ്സ് ആയിരിക്കാം മേ ബി ഇത്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 90 to 100 വേർഡ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം വൈറസസിനെ പറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് അഗെയിൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വട്ടത്തെ എക്സാമും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ സമയത്ത് ട്രെൻഡിൽ നിന്ന് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന അല്ലെ കണ്ടംപററി ഇഷ്യൂസ് ആണ് നമ്മളെ ഈ എക്സാമിന് ചോദിച്ച എസ്സേസ് ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ഈവൻ കോംപ്രഹെൻഷനിൽ അങ്ങനെ വന്നില്ല. കോംപ്രഹെൻഷനിൽ കോടതി റിലേറ്റ് ചെയ്ത നമ്മൾ ക്രിമിനൽ ലോ ഡിസ്കസ് ചെയ്തില്ല, അത് റിലേറ്റഡ് ഒന്നാ വന്നത്. പക്ഷെ പ്രൈസിയും എസ്സേയും വന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാര്യം കോവിഡിന്റെ ഒക്കെ ടൈമാണ് ഈ ടൈം. അപ്പൊ അതുകൊണ്ടാണ് വൈറസ് റിലേറ്റഡ് വന്നത്. ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഇപ്പം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ അടുത്ത് പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് എസ്സേ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. പ്രൈസിക്ക് ഇനി പ്രത്യേകിച്ച് അത് പഠിക്കുന്നത് ഞാൻ എസ്സേ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. പ്രൈസി ഏത് പാസേജ് വേണേലും വരാമല്ലോ. ഓക്കെ, സോ നിങ്ങൾ ഇത് എന്റെ കൂടെ തന്നെ ഒന്ന് വായിക്കുക, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് എന്തെങ്കിലും പറയുന്ന പോലെ ആയിപ്പോകും. വൈറസസ് നീഡ് നമ്മൾ നോക്കിയ 3 പാരയുണ്ട്. ഇത് നമ്മൾ ഈ ഒറ്റ പാര ആക്കണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ, ഇതാരെവിടെയൊക്കെ വരച്ചിട്ട് പോയത്, ഈ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ മൊത്തത്തിൽ ഞാൻ വായിച്ചിട്ട് അതിൽ നിന്ന് ഇപ്പൊ ഒരു 3-4 സെന്റൻസ് ഉള്ള പാരഗ്രാഫ് ആണ്, അറ്റ്ലീസ്റ്റ് 3 സെന്റൻസ് അല്ലെങ്കിൽ ഒരു 4-6 സെന്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് ആണെന്ന് വെച്ചോ, അത് ഞാൻ ഒരു 2 സെന്റൻസോ 3 സെന്റൻസോ ആക്കാൻ നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ആയിട്ടാ ചെയ്യുന്ന പോലെ തോന്നുന്നു. മനസ്സിലായില്ലേ? ഈ പാരഗ്രാഫ് ആദ്യം അഡ്രസ് ചെയ്യുന്നു, രണ്ടാമത്തെ പാരഗ്രാഫ് പിന്നെ അഡ്രസ് ചെയ്യുന്നു, മൂന്നാമത്തെ അഡ്രസ് ചെയ്യുന്നു. ഇത് 3 അഡ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്റെ റഫ് ഡ്രാഫ്റ്റ് കഴിയും. അത് കഴിഞ്ഞ് എന്റെ പ്രൂഫ് റീഡിങ് ടൈമിൽ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വേണമെങ്കിലും ഉണ്ടാക്കാം. മിക്കവാറും ഇത് തമ്മിൽ കണക്ഷൻ കാണും. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഫുൾ പാരഗ്രാഫ് വായിച്ചിട്ട് എല്ലാം കൂടെ ഇരുത്തി ഒരുമിച്ച് എനിക്ക് പ്രൈസ് ഉണ്ടാക്കാൻ പാടാം. അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ, ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കും. നോക്കിയേ, viruses need a living cell to reproduce. As a result, how viruses reproduce is quite different from other organisms or microbes. അപ്പൊ ആദ്യത്തെ സെന്റൻസ് 2 സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ആയ 2 കാര്യങ്ങൾ. ഒന്ന്, ലിവിങ് സെല്ല് വേണം വൈറസസിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ലിവിങ് സെൽ എന്ന് പറയുന്നതിന്റെ ലിവിങ് സെൽ ഇമ്പോർട്ടന്റ് ആണ്. റീപ്രൊഡ്യൂസ് ചെയ്യാൻ അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ പാരഗ്രാഫില് രണ്ടാമത്തെ സെന്റൻസിൽ ഇമ്പോർട്ടന്റ് എന്താ,
ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം അതർ ഓർഗാനിസംസ് ഓർ മൈക്രോബ്സ്. ഡിഫറെന്റ് ആണ്, വൈറസസ് ആർ ഡിഫറെന്റ്. ആ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ലിവിങ് സെല്ല് വേണം റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ഡിഫറെന്റ് ആണ്. അപ്പൊ ആ രണ്ട് സാധനം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടി. ആൻഡ് നമ്മൾ അടുത്ത നോക്കുക. ദിസ് ഈസ് ബിക്കോസ് വൈറസസ് themselves are only alive when they inhabit the cells of living organisms. ലിവിങ് ഓർഗാനിസംസിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ മാത്രമേ വൈറസസ് എന്താ വൈറസസിന് ജീവൻ വെക്കത്തുള്ളൂ എന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണല്ലേ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിരുന്ന കാര്യം, ലിവിങ് സെല്ല് വേണം. അപ്പം ഓൾമോസ്റ്റ് അത് രണ്ട് ഇക്വലന്റ് ആണ്. നമുക്ക് അതൊക്കെ ഒന്നാക്കാവുന്നേ ഉള്ളൂ. ഇതുവരെ 2 പോയിന്റ് ഞാൻ എന്റെ മനസ്സിലുള്ളൂ. ലിവിങ് സെല്ലും ഡിഫറൻറ്റ് ആണ് എന്ന് പറഞ്ഞ കാര്യം. റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവിങ് സെല്ലിലാണ്, ഡിഫറെന്റ് ആണ്, അതുവരെ ആയിട്ടുള്ളൂ. 3 സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ 2 ഐഡിയ എന്റെ മനസ്സിൽ കത്തിയുള്ളൂ. ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പറയുക. ചിലർക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ബോറിംഗ് ആയിട്ട് തോന്നാം മേ ബി, ബട്ട് ചിലർക്ക് ഐ തിങ്ക് ഒരു ഇൻപുട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിവേ, അടുത്ത സെന്റൻസ്. ദസ് എ വൈറസ് കനോട്ട് റീപ്രൊഡ്യൂസ് ഓൺ ഇറ്റ്സ് ഓൺ വിത്തൗട്ട് എ ലിവിങ് സെൽ. അപ്പൊ ലിവിങ് സെൽ ഇല്ലാതെ വൈറസിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ലിവിങ് സെല്ലും വന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം വന്നു. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമുക്ക് കിട്ടിയ കാര്യം. അഗെയിൻ ലാസ്റ്റ് സെന്റൻസ്. ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ മൈക്രോബ്സ് സച്ച് ആസ് ബാക്ടീരിയ ആൻഡ് ആർക്കിയ. നമ്മൾ ആർക്കി ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും +1 +2. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലൈമറ്റുകളിൽ ഒക്കെ, ഐ മീൻ ഭയങ്കര തണുപ്പ് ഭയങ്കര ചൂടുള്ള സാഹചര്യങ്ങളിലൊക്കെ വളരുന്ന ബാക്ടീരിയ. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ബയോളജി അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ആർക്കിയ എന്നാണ്. ആർക്കിയ എന്ന് പോലും അല്ല, ആർക്കിയ എന്നാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പറയാം, ഇപ്പോഴത്തേക്ക് ആർക്കിയ എന്ന് പറയാം. അപ്പൊ ഇവിടെ ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ മൈക്രോബ്സ് സച്ച് ആസ് ബാക്ടീരിയ ആൻഡ് ആർക്കിയ ദാറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ ദംസെൽവ്സ് ബൈ സെപ്പറേറ്റിംഗ് ദെയർ ബോഡി ഇൻടു 2 ന്യൂ ബോഡീസ്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി. മൈക്രോബ്സ് ലൈക്ക് അല്ലെങ്കിൽ മൈക്രോബ്സ് സച്ച് ആസ് ബാക്ടീരിയ ആൻഡ് ആർക്കിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെ? ബൈ സെപ്പറേറ്റിംഗ് ദെയർ ബോഡി ഇൻടു 2 ന്യൂ ബോഡീസ് ആണ്. അപ്പൊ ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ സത്യം പറഞ്ഞ ഇത് 2-3 പോയിന്റ് 2 or 3 പോയിന്റ്സ് മാക്സിമേ ഉള്ളൂ. ഇതൊരു 2 സെന്റൻസ് കൊണ്ട് ആക്ച്വലി നമുക്ക് ഇതിൽ നിർത്താവുന്നേ ഉള്ളൂ. ആക്ച്വലി 4-5 സെന്റൻസ് ഉണ്ട്, 4 സെന്റൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ഈ ഫസ്റ്റ് പാര തന്നെ നിങ്ങൾ കൺസൈസ് ആക്കാൻ നോക്കുക. ഇപ്പോ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോ വൈറസസ് ആർ അലൈവ് വെൻ ദേ ഇൻഹാബിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആ സെന്റൻസസ് നോക്കാം. വൈറസസ് ആർ ആക്റ്റീവ്. നമ്മൾ ലൈവിനെ പറ്റി, ലിവിങ് സെല്ലിനെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വൈറസസ് ആർ ആക്റ്റീവ് ആൻഡ് ക്യാൻ റീപ്രൊഡ്യൂസ് ഓൺലി വെൻ ദേ എൻ്റർ എ ലിവിങ് സെൽ. അപ്പൊ തന്നെ 2 സെന്റൻസ് ആയി. 2 സെന്റൻസ് നമ്മൾ ഷോർട്ട് ആക്കി. വൈറസസ് ആർ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് ആക്ച്വലി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഒരു വേർഡ് ഇട്ടതാണ്. വൈറസ് ആർ ആക്റ്റീവ് ആൻഡ് ക്യാൻ റീപ്രൊഡ്യൂസ് ഓൺലി വെൻ ദേ എൻ്റർ എ ലിവിങ് സെൽ. ഫസ്റ്റ് സെന്റൻസ് ആയി. എന്നിട്ട് പിന്നെ നമുക്ക് സെക്കൻഡ് സെന്റൻസിൽ പറയേണ്ട സംഭവം ദേ ആർ ഡിഫറെന്റ് എന്നുള്ളതാണ്. അപ്പൊ ദേ ആർ ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഈ ഡിഫറെന്റ് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്താൽ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയായി. അപ്പൊ ഞാൻ അതിന് പകരം ഉപയോഗിക്കുക ദേ ആർ അൺലൈക്ക് അതർ മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ആർക്കിയ. ദേ ആർ അൺലൈക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്ത് ഞാൻ ഡിഫറെന്റ് എന്ന് പറയുന്ന വേർഡിന് സിനോണിം ആയിട്ട് യൂസ് ചെയ്തു. അതർ മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ആർക്കിയ ദാറ്റ് റീപ്രൊഡ്യൂസ് ഇത് കൊടുത്തേക്കുന്നത് എങ്ങനെയാ? റീപ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ വിത്തൗട്ട് റീപ്രൊഡ്യൂസസ് ബൈ സെപ്പറേറ്റിംഗ് ദെയർ ബോഡി എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ദാറ്റ് റീപ്രൊഡ്യൂസസ് ബൈ ദംസെൽസ് നമുക്ക് എഴുതാം, പക്ഷെ അത് അതുപോലെ ആയിപ്പോ. അപ്പൊ നമുക്ക് ദംസെൽസിന് പകരം ദാറ്റ് റീപ്രൊഡ്യൂസ് വൺ സെൽസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ദാറ്റ് റീപ്രൊഡ്യൂസ് വൺ സെൽസ് വിത്തൗട്ട് എ ലിവിങ് ഹോസ്റ്റ് സെൽ എന്നൊരു സെന്റൻസ് നമുക്ക് വേണം എഴുതാം. വിത്തൗട്ട് എ ലിവിങ് ഹോസ്റ്റ് സെൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ അത്രയും പറയുമ്പോൾ തന്നെ ആക്ച്വലി ഈ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള എല്ലാ കാര്യമായി. ഈ സെപ്പറേറ്റിംഗ് ഇൻടു 2 ന്യൂ ബോഡീസ് സാധനം എഴുതിയില്ലല്ലോ എന്ന് ചിലർക്ക് ഡൗട്ട് കാണും. അത് നമുക്ക് അടുത്ത പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ വീണ്ടും അതാ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് അടുത്ത പാരഗ്രാഫിലോട്ട് വേണേ ആക്കാം.
അത് നിർബന്ധമില്ല. ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാൻ പറ്റുമോ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഓക്കെ ഫോർ ലോങ് സെന്റൻസ് സെൽ ഡിവിഷൻ. ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു യൂസ് മോർ ടെക്നിക്കൽ വേർഡ്സ്. കാര്യം അങ്ങനെ കൂടുതൽ നമുക്ക് അറിയാം, അല്ലെ നമ്മുടെ അറിവ് ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. മൈറ്റോസിസ് മിയോസിസ് എന്നൊക്കെ ഉപയോഗിക്കാം, എനിക്ക് അറിയാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ബട്ട് അങ്ങനെ എഴുതുന്നതിനേക്കാളും ഇതിൽ ഉള്ളതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ദേ ആർ ഡിഫറൻഷിയേറ്റഡ് ഫ്രം ആർക്കി ആൻഡ് ബാക്ടീരിയ. അങ്ങനെ എഴുതാം. ഡിഫറൻഷിയേറ്റഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അൺലൈക്ക് എഴുതാം, അല്ലെങ്കിൽ ഓൺ ഇറ്റ്സ് ഓൺ. കണ്ടോ? അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എനിക്ക് പെട്ടെന്ന് കത്തിയ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കത്തുന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ്, viruses are active and can reproduce only when they enter a living cell. They are unlike microbes like bacteria and archaea that reproduce oneself without a living host cell. അത്രയും 2 സെന്റൻസ് ആയപ്പോൾ തന്നെ എന്റെ ഫസ്റ്റ് പാരയില് ഞാൻ അതിനെ കൺസൈസ് ആക്കി. ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. These microbes duplicate their genetic material and then divide into 2 parts in a process known as cytokinesis. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും, സയൻസ് പഠിച്ചിട്ടുള്ളവർ. അപ്പൊ ഈ ദീസ് മൈക്രോബ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? ബാക്ടീരിയ ആൻഡ് ആർക്കിയ ആണ്, അല്ലെ? ദീസ് മൈക്രോബ്സ് ഡ്യൂപ്ലിക്കേറ്റ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ വൈറസ് ആണ് വേറെ ലിവിങ് ഹോസ്റ്റലിൽ വേണ്ടത്. അല്ലാത്ത ഈ മൈക്രോബ്സിനൊന്നും അതിന്റെ ആവശ്യമില്ല. ദേ ഡ്യൂപ്ലിക്കേറ്റ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ഡിവൈഡ് ഇൻടു പാർട്സ് നോൺ ആസ് സൈറ്റോകിനസിസ്. അപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യം സൈറ്റോകിനസിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതെന്തായാലും നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ അത് മിസ്സായി പോകില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആൻഡ് വാലിഡ് ആയിട്ടുള്ള കാര്യം പറയുന്നത് മിസ്സാവരുത്. അപ്പൊ സൈറ്റോകിനസിസിൽ ഞാൻ ഒരു വരയിട്ടിരിക്കും. ഓക്കെ. എന്നിട്ട് ഞാൻ അടുത്ത സെന്റൻസ് വായിക്കും. ദെൻ ഈച്ച് ന്യൂ ഓർഗാനിസം റിസീവ്സ് 1 copy of DNA. ഈച്ച് ന്യൂ ഓർഗാനിസം റിസീവ്സ് 1 copy of DNA. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സെന്റൻസിൽ. ഡ്യൂപ്ലിക്കേറ്റ് ദ ജനറ്റിക് മെറ്റീരിയൽ, ഡിവൈഡ് ഇൻടു 2 parts എന്നൊക്കെ പറയുന്ന എല്ലാം ഇത് തന്നെ. 1 copy of DNA ഫോർ വൈറസസ്. എന്നാ വരയിട്ടിട്ട് ഇട്ടേക്കോ. ഫോർ വൈറസസ് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് ആസ് ദേ ഡിപ്പെൻഡ് ഓൺ അതർ ലിവിങ് സെൽസ്. ഇതെല്ലാം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. വൈറസസിന് ഇങ്ങനെ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹെൻസ് ഫോർ വൈറസസ് ടു ബി അലൈവ് ഓർ റീപ്രൊഡ്യൂസ് ദേ നീഡ് എ ഹോസ്റ്റ് സെൽ. അപ്പൊ വൈറസസിന് ജീവനോട് ഇരിക്കണമെങ്കിൽ അവർക്കൊരു ഹോസ്റ്റ് സെല്ല് നിർബന്ധമാണ്. ദിസ് ഹോസ്റ്റ് സെൽ കുഡ് ബി സെൽസ് ഓഫ് ഹ്യൂമൻസ്. അപ്പൊ ഇനി പറയാൻ പോകുന്നതാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഹോസ്റ്റ് സെൽ കുഡ് ബി സെൽസ് ഓഫ് ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ് ഓർ ഈവൻ ബാക്ടീരിയ. അപ്പം ദേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഹോസ്റ്റ് ഫോർ വൈറസസ്. വൈറസസിന് നമുക്ക് ഹ്യൂമൻസിൽ കയറാം, അനിമൽസിൽ കയറാം, പ്ലാന്റ്സിൽ കയറാം, ഈവൻ ബാക്ടീരിയ കയറാം. എവിടെ? അപ്പം ആ ഒരു സാധനം നമ്മൾ കൊണ്ടുവരണം. It is true that there are some viruses that infect microbes like bacteria and archaea. അപ്പൊ നമ്മൾ ആ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ബാക്കിയാണത്. വൈറസസിന് ഇവരെല്ലാം എല്ലാവരിലും കയറാം. വൈറസസിന്റെ ഹോസ്റ്റുകളാണ് മുന്നേ പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ ചില ബാക്ടീരിയയെ അഫക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെ അഫക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സച്ച് വൈറസസ്. അങ്ങനത്തെ ബാക്ടീരിയ ആൻഡ് ആർക്കിയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്ന മൈക്രോബ്സിനെ പറയുന്ന, അല്ലെ അതിനെ പറയുന്ന വൈറസസിന്റെ പേരാണ് ബാക്ടീരിയോഫേജസ് എന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ ബാക്കിയാണ് ഈ ബാക്ടീരിയോഫേജസ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഹോസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ സ്പെസിഫിക് കാര്യമാണ്, ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ those viruses that infects microbes. അതാണ് എസ്പെഷ്യലി ബാക്ടീരിയ ആൻഡ് ആർക്കിയ. അതിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉൾക്കൊള്ളിക്കണം. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ് കണ്ടപ്പോ എനിക്ക് ആദ്യം വരുന്നത്, ഇപ്പോ ഞാൻ എഴുതിയ രീതി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതി വെച്ചിട്ടാണെങ്കിൽ, ദീസ് മൈക്രോബ്സ് നമ്മൾ പറഞ്ഞു, ദീസ് മൈക്രോബ്സ് അണ്ടർഗോ സൈറ്റോകിനെസിസ്. നമുക്ക് സൈറ്റോകിനെസിസ് എങ്ങനെയും കൊണ്ടുവരണം. These microbes undergo cytokinesis by splitting up to identical parts containing a copy of DNA. Splitting into
ഐഡന്റിക്കൽ പാർട്സ് കണ്ടെയ്നിങ് എ കോപ്പി ഓഫ് DNA എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് സെന്റൻസിൽ പറയുന്ന സാധനം നമ്മൾ അതിൽ വരുത്താൻ നോക്കി. കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരേ DNA വരുമെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒറ്റ സെന്റൻസിൽ കൊണ്ടുവരാൻ നോക്കിയതാണ്. These microbes undergo cytokinesis by splitting into identical parts containing a copy of DNA each. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ അടുത്ത വൈറസസിന്റെ കാര്യം അങ്ങനെയാണോ? അല്ല. വൈറസസ് ഓൺ ദ കോൺട്രറി അല്ലെങ്കിൽ ഓൺ ദ കോൺട്രറി അല്ലെ ഓൺ ദ കോൺട്രറി നമുക്ക് ഷോർട്ട് ആക്കാം. എങ്ങനെ ആക്കാം? വൈറസസ് റാദർ. നമുക്ക് വേണമെങ്കിൽ റാദർ എന്ന് ഒറ്റ വാക്കാക്കാം. ഇതാ ഞാൻ പറഞ്ഞ ഫ്രേസ് ഒക്കെ ചില വേർഡ്സ് ആക്കാം. വൈറസസ് ക്യാൻ റാദർ റീപ്രൊഡ്യൂസ് ഇൻ എ റേഞ്ച് ഓഫ് ഹോസ്റ്റ് സെൽസ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ സംഭവങ്ങളില്ലേ, ഹോസ്റ്റുകളെല്ലാം പറ്റുമെന്ന്. അപ്പൊ ഞാൻ അതിനെ ഇൻ എ റേഞ്ച് ഓഫ് ഹോസ്റ്റ് സെൽസ് എന്നാക്കി. എന്നിട്ട് ഇൻക്ലൂഡിങ് നമ്മൾ അത് കൊടുത്തു. അതിൽ കൊടുത്തേക്കുന്ന തന്നെ ഇൻക്ലൂഡിങ് ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്യൂ ഇത് ലൈക്ക് ബാക്ടീരിയോഫേജസ് അല്ലല്ല ആൻഡ് ഇൻക്ലൂഡിങ് ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്യൂ വൈറസസ് ലൈക്ക് ബാക്ടീരിയോഫേജസ് ക്യാൻ പർട്ടിക്കുലർലി ഇൻഫെക്ട് ബാക്ടീരിയ ആൻഡ് ആർക്കിയ എന്ന് പറഞ്ഞ ആ സെന്റൻസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിൽ വരും. മനസ്സിലായില്ല? ഒറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് വൈറസിന്റെ കാര്യവും വൈറസിന്റെ പ്രോപ്പർട്ടി, ബാക്ടീരിയോഫേജസിന്റെ ബാക്ടീരിയോഫേജസ് ആയിട്ടുള്ള വൈറസസിന്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോ രണ്ട് സെന്റൻസിൽ തന്നെ ഇവിടെയും നമുക്ക് ഷോർട്ടൺ ആക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു 1/3 ഓരോ ചെറിയ പാരഗ്രാഫിന്റെ 1/3 ആക്കി പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവസാനം നമുക്ക് വേണ്ടത്ര നമ്പറേ വരുത്തുള്ളൂ. ഓക്കെ. Can enter any living cells, even bacteria called can enter any living cells, even few viruses like bacteriophages can infect bacteria and archaea. ആ സംഭവം കൊടുത്താൽ മതി. Some microbes use cytokinesis method for reproduction. But viruses like bacteriophages use human, animal, bacteria and all host cells for reproduction. എഴുതാം, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ. അപ്പൊ 2 പാരഗ്രാഫ് നമ്മൾ നോക്കി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺസൈസ് ആക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ ലാസ്റ്റ് പാരഗ്രാഫ്. അപ്പൊ ഈ പാരഗ്രാഫും കൂടെ 1/3 ആക്കിയാൽ പരിപാടി കഴിഞ്ഞു. വൈറസസ് ആർ സീൻ ആസ് പാരസൈറ്റ്സ് ആസ് ദേ ഡിപ്പെൻഡ് സോൾലി ഓൺ ലിവിങ് സെൽസ്. എഗെയിൻ ഇവിടെ എന്താ, വൈറസസ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിവിങ് ഹോസ്റ്റ് സെൽസ് വേണം. അപ്പൊ അതിനെ പൊതുവെ പാരസൈറ്റ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആ പാരസൈറ്റ്സ് എന്ന് പറയുന്ന വേർഡ് ആ സെന്റൻസിൽ അത് മാത്രം വരയിടും. എന്നിട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് ഫാസ്റ്റനിങ് ഓൺ ടു എ ഹോസ്റ്റ് സെൽ ആൻഡ് ഹൈജാക്കിംഗ് ദ സെൽ ഫോർ ദ റെപ്ലിക്കേഷൻ. ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരുടെ കേപ്പബിലിറ്റി എന്താണെന്ന് അതിൽ പറഞ്ഞേക്കുന്നത്, ഫാസ്റ്റനിങ് ഓൺ ടു എ ഹോസ്റ്റ് സെൽ. ആ ഫാസ്റ്റനിങ് ജസ്റ്റ് ഒരു വരയിടുക, ഹൈജാക്കിങ് ഒരു വരയിടുക. അപ്പൊ ഒരു സെല്ലിൽ പോയി എന്നിട്ട് റെപ്ലിക്കേഷൻ. അപ്പൊ ഈ 3 വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. അടുത്ത നമുക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് അത് ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഇത് വായിക്കുവാണെങ്കിൽ ഞാൻ പാരസൈറ്റ്, ഫാസ്റ്റൻസ്, റെപ്ലിക്കേറ്റ്സ് ഇതെല്ലാം ഈ വേർഡിൽ മാത്രം വരയിട്ട് പോകും. എന്നിട്ട് replication of themselves in a cell is what produces other new viruses. ഇപ്പൊ റെപ്ലിക്കേഷൻ നടക്കുമ്പോഴാണ് കൂടുതൽ പുതിയ വൈറസസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അതും അറിയാവുന്ന കാര്യമാണ്. Hence, reproduction in viruses is asexual. How virus അപ്പൊ asexual reproduction എന്നുള്ള സംഭവം എന്തായാലും നമ്മൾക്ക് കൊണ്ടുവരണം സെന്റൻസിൽ. How viruses reproduce asexually is basically just them taking control of the cell of a living organism to generate more viruses. വൈറസിന്റെ ഫീച്ചർ എന്നാണ് പറയുന്നത്. They have adopted a mechanism that enables them to produce new virions. അപ്പൊ ഇവിടെ മെക്കാനിസവും വിറിയോൺസും ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുക.
These new viruses then leave in search of other living cells to infect and reproduce. വൈറസസ് പിന്നെ ഈ പരിപാടി എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോരോ വീണ്ടും വീണ്ടും പുതിയ ഹോസ്റ്റ് തേടി പോകുന്നു, ഇൻഫെക്ട് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെയും ആ ഒരു പ്രോസസ് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള സംഭവം ഓർത്തിരിക്കുക. ദിസ് ഈസ് ഹൗ ദേ ഗ്രാജുവലി ഹൈജാക്ക് ദ ഹോൾ സെല്ലുലാർ സിസ്റ്റം ഓഫ് ആൻ ഓർഗാനിസം. ഇങ്ങനെയാണ് അവര് മൊത്തത്തിൽ ഒരു സെല്ലിനെ ഹൈജാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, വൈറസിന്റെ കാര്യം പറയുന്നത്. ദസ് ദേ ഫ്രീക്വന്റ്ലി കോസ് ഡിസീസ്. അങ്ങനെ അവര് സ്ഥിരമായി ഡിസീസസ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ മൊത്തത്തിൽ സെല്ലിനെ ഹൈജാക്ക് ചെയ്യുന്നുള്ള സംഭവം ഉണ്ട്, ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്, വിറിയോൺസ് ഉണ്ട്, മെക്കാനിസം ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഫാസ്റ്റനിങ് ഉണ്ട്, ഐ മീൻ ഹൈജാക്കിംഗ് ആൻഡ് റെപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇത് നമ്മളെങ്ങനെ ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് വൈറസസ് ആസ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് നമുക്ക് അവിടെ വൈറസസ് ഇട്ട് കോമ ഇട്ടിട്ട് ആസ് പാരസൈറ്റ്സ് കോമ എംപ്ലോയി എ യുണീക്ക് മെക്കാനിസം എന്ന് പറഞ്ഞ് നമുക്ക് ഈ താഴത്തെ അഡോപ്റ്റഡ് മെക്കാനിസം എന്ന് പറഞ്ഞ സാധനം നമുക്ക് മണ്ടയ്ക്ക് കൊണ്ടുവരാം. എന്നിട്ട് യുണീക്ക് മെക്കാനിസം അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് വി ക്യാൻ ആഡ് എ ടെക്നിക്, യുണീക്ക് ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. യുണീക് ടെക്നിക് ഓഫ് ഹൈജാക്കിംഗ് ദ ഹോൾ ന്യൂ സെൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിന് വരെ ഈ ഹൈജാക്കിംഗ് എന്ന് പറയുന്ന വേർഡ് മാക്സിമം മാറ്റി വേറെ ഏതെങ്കിലും ഒരു വേർഡ് ആക്കാൻ നോക്കുക. സീസിങ് എന്നോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് ക്യാപ്ചറിങ് എന്ന് പറയുവാണെങ്കിൽ. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് രീതി വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അപ്പം എങ്ങനെ എഴുതിയാലും ഓക്കെ ആണ്. അപ്പൊ ഞാൻ എഴുതിയെന്ന് വെച്ചാൽ വൈറസസ് ആസ് പാരസൈറ്റ്സ് എംപ്ലോയ് എ യുണീക് ടെക്നിക് ഓഫ് ക്യാപ്ചറിങ് ദ ഹോൾ ന്യൂ സെൽ ആൻഡ് റെപ്ലിക്കേറ്റ്. അപ്പൊ നമ്മൾ ക്യാപ്ചറിങ് ഹോൾ ന്യൂ സെല്ല് വന്നു, റെപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സംഭവം വന്നു. ആ സെന്റൻസ് അവിടെ കഴിഞ്ഞു. അടുത്ത സെന്റൻസ്, ദിസ് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസസ് ന്യൂ വിറിയോൺസ്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ അടുത്ത സെന്റൻസിലെ വിറിയോൺസിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ദിസ് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസസ് ന്യൂ വിറിയോൺസ്. പിന്നെന്താ, വിറിയോൺസ് ഇത് സ്പ്രെഡ് ആവുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂ വിറിയോൺസ് കോമ ഇൻ ടേൺ പ്രൊപ്പഗേറ്റ്സ് ത്രൂ അതർ ലിവിങ് ഹോസ്റ്റ് സെൽസ്. ആ പ്രൊപ്പഗേറ്റ്സ് എന്ന് പറയുന്ന വാക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് ആ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റി. പ്രൊപ്പഗേറ്റ്സ് ത്രൂ അതർ ലിവിങ് ഹോസ്റ്റ് സെൽസ് ആൻഡ് കോസസ് റെക്കറന്റ് ഡിസീസസ് അല്ലെ പീരിയോഡിക് ഡിസീസസ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ആ സംഭവം നമ്മൾ ഷോർട്ടാക്കി. അപ്പൊ ഇത് ഞാൻ കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് എനിക്ക് വന്നത് 98 to 100 വേർഡ്സ് ആണ്. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് 90 to 100 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ ഈ ഓരോ പാരഗ്രാഫിനെ ഇങ്ങനെ 1/3 ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർമലി അതിനൊരു ഫ്ലോ ഉണ്ടാവും, മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ചെയ്തു വരുമ്പോൾ സെന്റൻസസ് ചിലപ്പോൾ ലോങ് ആവും. അത് നമ്മൾ ലോങ് ആയി വരുന്ന സെന്റൻസ് നമ്മൾ ഇപ്പൊ എനിക്കിപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയപ്പം തന്നെ അത്യാവശ്യം ഷോർട്ടായി കിട്ടി. ആദ്യം ചെയ്തപ്പോൾ 110 വേർഡ്സ് വന്നു. ഞാൻ അപ്പൊ ചെറിയ കറക്ഷൻസ് വരുത്തിയപ്പോ ഒരു 10 വേർഡ്സ് കുറഞ്ഞു. മനസ്സിലായില്ല? അപ്പൊ അത് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല, 110 ഇട്ടാലും കുഴപ്പമില്ല. മാത്സ് അതെന്നാലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കുറയ്ക്കാൻ പറ്റും, ഉറപ്പാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ, ഇപ്പൊ ഞാൻ തന്നെ ആദ്യം ഒരിടത്ത് എഴുതിയപ്പം വൈറസസ് ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞ എഴുതിയത്. ആ ഓൺ ദ കോൺട്രറി 3 വേർഡാണ്. അതിന് പകരം റാദർ ആക്കിയപ്പോഴത്തേക്ക് ഒറ്റ വേർഡായി. അതുപോലെ വേറെയും പല സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് അഭിപ്രായം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതുക. ഇതിന്റെ ഒരു ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കും നമ്മള്? നിങ്ങൾ ഹെഡിങ് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? വൈറസിനെ പറ്റി പറയുന്നതാണ്. ചാറ്റിൽ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ഹെഡിങ്സ് പറഞ്ഞ്, ടൈറ്റിൽ പറഞ്ഞ്. ഇമ്പാക്ട്സ് ഓഫ് വൈറസസ്.
ഇതിലൊന്നും ശരി തെറ്റില്ല, ആർക്ക് എന്തും പറയാം. റീപ്രൊഡക്ഷൻ ഓഫ് വൈറസ്, വൈറസിന്റെ റീപ്രൊഡക്ഷനെ പറ്റി ആണ് പറയുന്നത്. ഓക്കെ, ലൈഫ് ഓഫ് വൈറസസ്. നമ്മൾ കുറച്ചുകൂടെ ഒരുപാട് സ്പെസിഫിക് ആവാതിരിക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഈ റീപ്രൊഡക്ഷൻ ഓഫ് വൈറസ് എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കര സ്പെസിഫിക് ആയി പോയില്ലേ, കുറച്ച് ബ്രോഡായിട്ട് എഴുതിയാൽ നമുക്ക് സേഫ് ആണ്. ഇപ്പൊ ലൈഫ് ഓഫ് വൈറസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രോഡാണ്, പക്ഷെ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഇതിൽ ഉൾക്കൊള്ളും. നല്ലൊരു ഹെഡിങ് ആണ്. ലൈഫ് സൈക്കിൾ, വൈറസസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. അത് വൈറസസ് ഇൻ ലിവിങ് ഓർഗാനിസംസ് ഇസ് എ ബെറ്റർ ഹെഡിങ്, ബെറ്റർ ടൈറ്റിൽ ആണ്. വൈറസസ് ആൻഡ് ലിവിങ് വേൾഡ്, അതും നല്ല ടൈറ്റിലാണ്. ഒന്നാമത് വൈറസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള, ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈവ്. അവര് അവര് ലൈവ് ആവുന്നത് only when it enters a living host body. ഈ only when it enters a host body എന്ന് പറയുന്നതിനേക്കാൾ enters a living host body എന്ന് എടുത്ത് പറയുന്നത് ബെറ്റർ ആണ്. ടൈറ്റിലിൽ സെമി കോളൻ ഓർ കോളൻ യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് യൂസ് ചെയ്യാം, കോളനൊക്കെ യൂസ് ചെയ്യാം. നമ്മളില്ല മറ്റേ ഒരു പർട്ടിക്കുലർ വൈറസ്, ഇതായിരിക്കും ഉദ്ദേശിച്ചത്, വൈറസ് എന്നിട്ട് കോളൻ ഉപയോഗിച്ചിട്ട് എ ക്രിട്ടിക്കൽ സ്റ്റഡി, ആ രീതിയിലൊക്കെ ആണോ? അങ്ങനെയൊക്കെ എഴുതാം, എ ക്രിട്ടിക്കൽ സ്റ്റഡി, അങ്ങനെയൊക്കെ എഴുതാം. സെമി കോളൻ ഒന്നും യൂസ് ചെയ്യാനുണ്ട, കോളനാ ബെറ്റർ. ഓക്കെ, സെമി കോളൻ വേറെ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഓർഡർ ഓഫ് ഐഡിയാസ് ഇമ്പോർട്ടന്റ് ആണോ? ഫസ്റ്റ് പാരയിലെ ഐഡിയ നമുക്ക് ലാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, ലോജിക്കൽ സീക്വൻസ് ആയി. ലോജിക്കൽ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഇതില് അവസാനം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ലോജിക്ക് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇറ്റ്സ് ബെറ്റർ ടു മേക്ക് ആ പാസേജിലുള്ള ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് ബെറ്റർ. ഈവൻ ഇപ്പൊ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫിൽ തന്നെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്ത സാധനം ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എഴുതുന്നതിനേക്കാളും ഒരു മിഡ് വേ നോക്കുന്നതായിരിക്കും നല്ലത്. ഓർഡർ ഓഫ് ഐഡിയാസ് ഇമ്പോർട്ടന്റ് ആണ് ഇൻ എ സെൻസ്. കാര്യം ഒരു ലോജിക്കൽ ഫ്ലോ, ഒന്നാമത് പാസേജിൽ പൊതുവെ ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ നമ്മളത് ഷോർട്ട് ആക്കുമ്പോൾ ആ ഫ്ലോ പോവും. അപ്പൊ അത് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറ്റുന്നത് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഷോർട്ട് ആക്കി 3 പാരഗ്രാഫും ഞാൻ ഈ ചെയ്ത കണക്ക് ഷോർട്ട് ആക്കുന്നതിന് പകരം മിക്സഡ് ആയിട്ട് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലോ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറസസ് ഓർ നേച്ചർ ഓഫ് വൈറസസ്, വേൾഡ് ഓഫ് വൈറസ്, ഇതെല്ലാം നല്ല ഹെഡിങ് ആണ്. ഇതിന്റെ ഹെഡിങ് എത്തിയിരിക്കൂ, ഏതായിരിക്കും എന്നാണോ? എന്ത് വേണേലും ആവാം. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന എല്ലാം യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. മറ്റേ നമ്മള് ക്യൂരിയസ് കേസ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറയുന്ന ഒരു മൂവിയൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു യൂസേജ് നമ്മളിപ്പോ എഡിറ്റോറിയൽ, ഹിന്ദു എഡിറ്റോറിയലിലും പല സ്ഥലങ്ങളിലും എപ്പോഴും കാണാറുണ്ട്. ദ ക്യൂരിയസ് കേസ് ഓഫ് എന്തു ആവാം. അപ്പൊ ദ ക്യൂരിയസ് കേസ് ഓഫ് വൈറസസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഹെഡിങ് ആക്കും. അപ്പൊ അതെനിക്ക് മിക്കവാറും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഒരു ഹെഡിങ് പെട്ടെന്ന് ആലോചിച്ച് കിട്ടിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റഡിയോ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെ ഈ സ്റ്റഡി മാത്രം മതി, അത് കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേച്ചർ ഓഫ് വൈറസസ്, വേൾഡ് ഓഫ് വൈറസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൈറസ് ലിവിങ് ഓർ ഡെഡ്, അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ല. ഒരു കണക്ഷൻ ഇല്ല വൈറസ് ലിവിങ് ഓർ ഡെഡ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ, എന്നിട്ട് നമുക്ക് എ ബ്രീഫ് സ്റ്റഡി വൈറസ്, അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പാസേജ് കൂടെ നോക്കാം. Reproduction of virus is essential. They use living they are different from bacteria. അങ്ങനെയൊക്കെ സെൻറ്റൻസ് ആക്കാം. They use living cells for living and replication. They are different from bacteria and archaea using cytokinesis
for reproduction. നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കൊടുത്തേക്കുന്ന സാധനത്തിന്റെ മീനിങ് മാറാത്ത രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു പാരഗ്രാഫിന്റെ ആദ്യത്തെ അവസാനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. പക്ഷെ എഴുതി വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒന്നും വായിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് വേറെ ആയി പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. മനസ്സിലായോ? ടോട്ടലി തെറ്റിപ്പോകും. അപ്പം ഇപ്പൊ നമ്മള് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വൈറസിന്റെ പറഞ്ഞിട്ട് മറ്റേ വേറെ ഏതെങ്കിലും അസെക്ഷുവൽ ആണെന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സൈറ്റോകെനസിസ് ആണെങ്കിലും ഈ പറഞ്ഞേക്കുന്ന ഓരോ പ്രോസസ്സുകൾ നമ്മൾ മാറിപ്പോകരുത്. ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം.
ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, ഓക്കെ. സോ നമ്മള് ഇപ്പൊ ജസ്റ്റ് ഇത് ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത. ഇനി നമ്മൾ ഒരു റാൻഡം ഒരു പ്രൈസ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോ ദാണ്ട ഇത് ആക്ച്വലി ഈ പ്രൈസ് ഒറ്റ ഒരു വലിയ ഒരു ലോങ് പാരഗ്രാഫ് ആണ്. ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിത് ഡിഫറെന്റ് പാരഗ്രാഫ്സ് ആക്കിയിട്ട് ഇതിന്റെ അകത്ത് കൊടുത്തേക്കുവാണ്. അപ്പൊ ഇത് പാരഗ്രാഫ് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് ഒറ്റ പാരഗ്രാഫ് ആണ്. ഈ പറയുന്ന ഒരു 3-4 സ്ലൈഡ് ഉണ്ട്. ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, തേർഡ് സ്ലൈഡ് ആൻഡ് ഫോർത്ത് സ്ലൈഡ്. അപ്പൊ എല്ലാം കൂടെ 330 വേർഡ്സ് ഉണ്ട്. അപ്പൊ ഇത് 4 ഒരുമിച്ച് ആണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഒറ്റ പാരഗ്രാഫിനെ തന്നെ നമ്മൾ 1/3 ആക്കി ഒറ്റ പാരഗ്രാഫ് ആക്കുവാണ്. ചെറിയ ഒറ്റ പാരഗ്രാഫ്. നേരത്തെ 3 ഷോർട്ട് പാരഗ്രാഫ് വന്നതാണ് നമുക്ക്. ഇത് 1 ലോങ് പാരഗ്രാഫിനെ നമ്മൾ 1/3 ആക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ അവർ പറഞ്ഞിട്ടുണ്ട്? 330 വേർഡ്സ് എന്നതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 330 വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ 1/3 എത്ര വരും? ഡിവൈഡഡ് ബൈ 3 എത്ര? 110. 110 അറൗണ്ട് 100-നും 120-ക്കും ഇടയ്ക്ക് ഒരു ഐഡിയ കൊണ്ടുവരണം. അപ്പൊ ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് വായിക്കുക. മറ്റേത് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഒന്ന് വായിക്കുക. എന്നിട്ട് നമുക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന്. നിങ്ങൾ ആ രീതിയിൽ എഴുതാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തരുന്നത് എഴുതിയാലും മതി. എനിവേ, അപ്പൊ അതാ ഈ ഫസ്റ്റ് പാര എന്ന് വായിച്ചേ. പാസേജ് ഫോർ പ്രൈസി. ഇത് ഫസ്റ്റ് പാരഗ്രാഫ് എന്നില്ല, എല്ലാം ഒറ്റ പാരഗ്രാഫ്. അപ്പൊ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡയറക്റ്റ് നേരെ പോവാം. ആദ്യം ഒരു വട്ടം ഇത് മൊത്തം വായിക്കാം. നോക്കിയേ, there is an enemy beneath our feet. ഏതോ ഒരു എനിമിയെ പറ്റി. നമ്മൾ എല്ലാ സെന്റൻസും അങ്ങനെ ആലോചിക്കണ്ട, ജസ്റ്റ് നോക്കാം. An enemy more deadly for his complete impartiality. He recognizes no national boundaries, no political parties. ഇതൊന്നും പ്രശ്നമല്ലാത്തൊരു എനിമി, ഏതോ ഭീകരനാണ്. എവരി വൺ ഇൻ ദ വേൾഡ് ഈസ് ത്രട്ടൻഡ് ബൈ ഹിം. ആരാത്? റോക്കി ബൈ ആണോ? ദ എനിമി ഈസ് ദ എർത്ത് ഇറ്റ് സെൽഫ്. എർത്ത് തന്നെയാണ് എനിമി എന്ന്. ഓ, അപ്പൊ നമ്മൾ വിചാരിച്ച കണക്ക് ഇൻഡിവിജ്വൽ ഒന്നും അല്ല, എർത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെൻ ആൻ എർത്ത്ക്വേക്ക് സ്ട്രൈക്സ്, എർത്ത്ക്വേക്ക് ഉണ്ടാവുമ്പോൾ ദ വേൾഡ് ട്രംബിൾസ്. യാ, അപ്പം എർത്ത് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? എർത്ത്ക്വേക്കിനെ പറ്റിയാണ്. The power of a quake is greater than anything man himself can produce. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതിനേക്കാളും വലിയ പവറാണ് എർത്ത്ക്വേക്കിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ബട്ട് ടുഡേ സയന്റിസ്റ്റ് ആർ ഡയറക്ടിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ദെയർ എഫേർട്ട് ടു ഫൈൻഡിങ് സം വേ ഓഫ് കോംബാറ്റിംഗ് എർത്ത്ക്വേക്സ്. ഇപ്പോഴത്തെ കാലത്ത് സയന്റിസ്റ്റ് നല്ല കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ എർത്ത്ക്വേക്കിനെ കോംബാറ്റ് ചെയ്യാന്നുള്ളത്. കാര്യം നാച്ചുറൽ ഒരു ഫിനോമിനൻ ആണല്ലോ, ആൻഡ് it is possible that at some time in near future mankind will have discovered a means of protecting itself from earthquakes. അപ്പൊ നമ്മളൊരു സയന്റിസ്റ്റുമാരിൽ ഒരു വിശ്വാസം അർപ്പിച്ച ഒരു സെന്റൻസ് ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ we will find a better means of protecting ourselves from earthquake എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാരയിൽ തന്നെ നമുക്കൊരു, ഇത് പാരയെന്ന് കൂട്ടുന്നില്ല, ഇത് ഈ ഇപ്പൊ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി. അപ്പൊ അതിന്റെ ബാക്കി അടുത്ത പാരഗ്രാഫ്. ഓക്കെ, ആൻഡ് earthquake strikes without warning. earthquakeന്റെ ഒരു പ്രത്യേകത പറയുക, സിഗ്നിഫിക്കൻസ് അല്ലെ അതിന്റെ ഒരു ക്വാളിറ്റി. ആൻഡ് earthquake strikes without warning. ഒരു വാർണിംഗ് തരുന്നില്ല. വാർണിംഗ് തരുമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ കോമ്പാറ്റ് ചെയ്യാം. പക്ഷെ വാർണിംഗ് ഇല്ലാതെ വരുന്നു. വെൻ ഇറ്റ് ഡസ് ഇറ്റ്സ് പവർ ഈസ് ഇമ്മൻസ്. അപ്പൊ ഒബ്വിയസ്ലി എർത്ത്ക്വേക്കിന്റെ ഇന്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. ഇഫ് ഇറ്റ് സ്ട്രൈക്സ് എ മോഡേൺ സിറ്റി ദ ഡാമേജ് ഇറ്റ് കോസസ് ഈസ് ആസ് ഗ്രേറ്റ് ആസ് ഇഫ് ഇറ്റ് ഹാസ് സ്ട്രക്ക് എ പ്രിമിറ്റീവ് വില്ലേജ്. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വേണം. പ്രിമിറ്റീവ് വില്ലേജിന് ഇൻസ്റ്റെഡ് ഓഫ് ഒരു പ്രിമിറ്റീവ് വില്ലേജിന് പകരം ഒരു മോഡേൺ സിറ്റിയിലാണ് സ്ട്രൈക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഡാമേജ് മൾട്ടിഫോൾഡ് ആണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് കാര്യം ഒബ്വിയസ്ലി നമുക്കറിയാം, ബിൽഡിംഗ് എല്ലാം കൊളാപ്സ് ആവും, ആൾക്കാർക്ക് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി കുറെ നഷ്ടപ്പെടും. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രിമിറ്റീവ് വില്ലേജിൽ ചെറിയ കുടിലോ വീടോ ഇതൊക്കെ ആണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ്
എന്താ എൻറ്റിറ്റീസ് കുറവാണ് മൊത്തത്തിൽ. അതുകൊണ്ടാണ് ആ സെന്റൻസ്. ഗ്യാസ് മെയിൻസ് ബേസ്റ്റ്, എക്സ്പ്ലോഷൻസ് ആർ കോസ്, ഫയർ സ്റ്റാർട്ടഡ്, അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് ആർ റെക്ട്, ബിൽഡിംഗ് കൊളാപ്സ്. അപ്പൊ എന്തൊക്കെയാണ് ഇത് പറയുക? നമ്മള് സിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ഗ്യാസ് മെയിൻസും എക്സ്പ്ലോഷൻസും ഫയേഴ്സ് വരും. ഇതെല്ലാം ടാക്കിൾ ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആണ്. അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് പൊളിയും. അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് എല്ലാം പോയി. ബിൽഡിങ്സ് കൊളാപ്സ്, ബ്രിഡ്ജസ് ഫോൾ, ഡാംസ് ബേസ്റ്റ്, ഗേപ്പിംഗ് ക്രെവിസസ്. ഗേപ്പിംഗ് എന്താ? തുറന്നിങ്ങനെ ഇരിക്കുന്ന ഗേപ്പിംഗ് ക്രെവിസസ് എന്ന് പറയത്തില്ലേ, വിടവുകൾ. ഗേപ്പിംഗ് ക്രെവിസസ് അപ്പിയർ ഇൻ ബിസി സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സിന്റെ നമ്മൾ റോഡിൽ കൂടെയൊക്കെ തന്നെ വലിയ വലിയ ക്രെവിസസ് കാണാം. ഇഫ് ദ എർത്ത് സ്ട്രൈക്സ് അറ്റ് സീ, അറ്റ് ദ സെയിം ടൈം ഇപ്പം എർത്ത് സീയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ ഉള്ള കാര്യം പറയുന്നത്. ഹ്യൂജ് ടൈഡൽ വേവ്സ് സ്വീപ്പ് ഇൻലാൻഡ്. ഈ പറയുന്ന സുനാമിയൊക്കെ പോലെ ഒരുപാട് വാട്ടർ ഇങ്ങ് വരും. ഇഫ് ഇറ്റ് സ്ട്രൈക്സ് ഇൻ മൗണ്ടൻ റീജിയൻസ്. അപ്പൊ നമ്മളൊക്കെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എർത്ത് എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാരല ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ജനറലി ആദ്യത്തെ ഓക്കെ എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പം സിറ്റിയിലാണെങ്കിൽ എങ്ങനെയാണ്, സീയിലാണെങ്കിൽ എങ്ങനെയാണ്, ഈവൻ മൗണ്ടൻസിലാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ അവസാനം പറഞ്ഞേക്കുന്നത്. അവലാഞ്ചസ് റോർ ഡൗൺ ഇൻ ടു ദ വാലി ഇഫ് ഇറ്റ് സ്ട്രൈക്സ് എ മൗണ്ടൻ റീജിയൻ. അറ്റ് ദ സെയിം ടൈം അടുത്ത അതിന്റെ ബാക്കി നോക്കാം. കൺസിഡർ ദ ടെറിഫയിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദ പാസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി പാസ്റ്റിലേക്ക് പോവാണ്. പാസ്റ്റിൽ പോയിട്ട് ഒരു ഫാക്ട് പറയുവാണ്. 1755 ലിസ്ബണില്, ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗൽ ലിസ്ബൺ ആണെന്ന് അറിയാലോ, ദ സിറ്റി ഡിസ്ട്രോയിഡ് എൻറ്റയർലി ആൻഡ് 450 കിൽഡ്. അപ്പൊ 1755 എർത്ത് യോക്കില് ലിസ്ബണില് സിറ്റി മൊത്തത്തിൽ തകർന്ന് 450 പേര് മരിച്ചു. അതുപോലെ തന്നെ 1970 റീസെന്റ് ആണ്, ഒരു 50-55 വർഷം മുന്നേ പെറുവില് 50,000 ആൾക്കാർ മരിച്ചു. 450 പേരും 50,000 ആൾക്കാരും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും റീസെന്റ് ആയിട്ട് 50,000 ആൾക്കാർ മരിച്ചു പെറുവില്. ആൻഡ് 1968 ആൻ എർത്ത് സ്ട്രക്ക് അലാസ്ക. അലാസ്ക എവിടാന്ന് അറിയാലോ? അലാസ്കയില് 68 ഒരു എർത്ത് ഉണ്ടായി. ആൻഡ് ദിസ് ഈസ് എ റിലേറ്റീവ്ലി അൺപോപ്പുലേറ്റഡ് പാർട്ട്. അലാസ്കയിൽ കൂടുതലും ആൾക്കാർ കുറവാന്ന് നിങ്ങൾക്ക് അറിയാം. അലാസ്കയുടെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. പഴയ അതൊക്കെ നിങ്ങളെ ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അലാസ്കയില് എന്താ പോപ്പുലേഷൻ കുറവാണ്. റിലേറ്റീവ്ലി അൺപോപ്പുലേറ്റഡ് പാർട്ടാണ്. അതാണ് പറഞ്ഞിരുന്നത്. ഓൺലി എ ഫ്യൂ പീപ്പിൾ വെയർ കിൽഡ്. കുറച്ച് ആൾക്കാരെ മരിച്ചോളൂ. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദിസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എർത്ത് എവർ ടു ഹാവ് ഹിറ്റ് ദ വേൾഡ്. അപ്പോ ഇതിന്റെ ഇമ്പാക്ട് ഓരോ സ്ഥലങ്ങളില് ഡെൻസിറ്റി ഓഫ് എൻറ്റിറ്റീസ് ആൻഡ് പീപ്പിൾ അനുസരിച്ച് മാറും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, അല്ലെ? കാര്യം പെറുവിൽ 50,000 പേര് മരിച്ചു. ഒരേ സമയത്ത് തന്നെ പോർച്ചുഗലിൽ 450 അലാസ്കയില് വളരെ കുറച്ചു പേരെ മരിച്ചുള്ളൂ അതേസമയം. അത് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ജിയോളജിസ്റ്റ് എസ്റ്റിമേറ്റ് ദാറ്റ് during the tremors, the whole of the state moved over 80 feet farther west into the Pacific Ocean. അപ്പം ജിയോളജിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് അനുസരിച്ച് ട്രെമറിന്റെ ഇന്റൻസിറ്റി അല്ലെ അതിന്റെ എഫക്റ്റ് മൂലം ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്, അലാസ്ക എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ബിഗ് സ്റ്റേറ്റ് ആണ്. അലാസ്കൻ സ്റ്റേറ്റ് മൊത്തത്തിൽ ഒരു 80 ഫീറ്റ് പസഫിക് ഓഷനിലോട്ട് തെന്നി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇമാജിൻ ദ പവർ ഓഫ് സംതിങ് ദാറ്റ് ക്യാൻ മൂവ് ആൻ എൻറ്റയർ സബ് കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത്. അഗെയിൻ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് പോർഷൻ വരുവാണ്. ദിസ് ഈസ് ദ പ്രോബ്ലം ദാറ്റ് ദ സയന്റിസ്റ്റ് ഫേസ്. അപ്പൊ ഈ ഒരു ഇഷ്യൂ സയന്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ സയന്റിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ദേ ആർ ഡീലിംഗ് വിത്ത് ഫോഴ്സസ് സോ ഇമ്മൻസ് ദാറ്റ് മാൻ കനോട്ട് ഹോപ്പ് ടു റെസിസ്റ്റ് ദം. അവര് ഡീൽ ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ എന്താ, മനുഷ്യന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതോ കോമ്പാറ്റ് ചെയ്യാൻ പറ്റുന്നതോ അതിനും അപ്പുറമാണ്. കാര്യം നാച്ചുറൽ ഫിനോമിനൻ ആണല്ലോ. All that can be done is to try to pinpoint just where the earthquake will strike and work from there. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എവിടെ earthquake സ്ട്രൈക്ക് ചെയ്യുന്നുള്ളത് പിൻ പോയിന്റ് ചെയ്യാന്നുള്ളത്. അതും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്.
എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? ഇത് നമ്മളെ ലോജിക്ക് ഇടയ്ക്ക് വരും, അതാ ഞാൻ പറയുന്നത്. ഓൾ ദാറ്റ് ക്യാൻ ബി ഡൺ, ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. അപ്പൊ അത് ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് ഇവിടെ പറയുന്നില്ലല്ലോ. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് നമുക്ക് മുന്നത്തെ സെന്റൻസിൽ നിന്ന് മനസ്സിലായി. ദിസ് ഈസ് ദ പ്രോബ്ലം ദാറ്റ് ദ സയന്റിസ്റ്റ് ഫേസ്. ഓക്കെ, എനിവേ, നമുക്ക് ഈ കൊടുത്തേക്കുന്ന പാരഗ്രാഫിൽ നിന്ന് ഇൻഫർ ചെയ്യാം. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒരുപാട് ഈ കോംപ്രഹെൻഷനിൽ ഇൻഫർ ചെയ്യുന്ന പോലെ നമ്മൾ പ്രൈസിയിൽ അപ്രോച്ച് ചെയ്യല്ല. മനസ്സിലായി? ഇത് കൊടുത്തേക്കുന്ന അതുപോലെ തന്നെ എഴുതാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ എഴുതരുത്. അറ്റ്ലീസ്റ്റ് സം പ്രിക്കോഷണറി മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു സേവ് ലൈഫ്സ് ആൻഡ് സം ഓഫ് ദ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം പറയുവാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ എടുക്കാം, കുറെ ജീവനൊക്കെ രക്ഷപ്പെടുത്താം, ജീവനും പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. മൊത്തത്തിൽ ഇതിനെ ഒന്നും ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഐ മീൻ സിംഗിൾ ലോങ് പാരയാണ്. ഇതാണ് പാസേജ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ 1/3 ആക്കേണ്ടത്. അപ്പൊ ഇതില് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എഴുതുവാണെന്ന് വെച്ചോ ഇതിന്റെ ആൻസർ. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്ന ഇതിന്റെ ഇത് ഓരോ പോർഷൻ നോക്കുമ്പോൾ ഓരോ മൊത്തത്തിൽ അതിനെ എടുക്കും. ഇപ്പം ആദ്യം ഈ പറയുന്ന എല്ലാം എർത്ത് ക്യൂക്കിനെ പറ്റിയാണ്. അപ്പം എർത്ത് ക്യൂക്ക് എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി എനിമി ഓഫ് മാൻ കൈൻഡ് ആണ് എന്നുള്ളതാണ് ഈ ഫസ്റ്റ് കൊടുത്തേക്കുന്നതെല്ലാം കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞേക്കുന്നത് എർത്ത് ക്യൂക്കിന്റെ ഈ പറഞ്ഞേക്കുന്ന എല്ലാ എർത്ത് ക്യൂക്കിന്റെ ഇഷ്യൂസ് ആണ്. അപ്പോ ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ക്യൂക്ക് ഇൻ ജനറലും ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ക്യൂക്ക് ഇൻ പെർട്ടിക്കുലറും പറയുന്നുണ്ട് ഇതിന്റെ അത്, അല്ലെ? ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ക്യൂക്ക് ഇൻ ജനറലും പറയുന്നുണ്ട്, പെർട്ടിക്കുലറും പറയുന്നുണ്ട്. ജനറലി എങ്ങനെയാണെന്ന് ഇതാണ്ട് പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇതാണ്ട് ഇവിടെ സിറ്റീസിലും സീയിലും മൗണ്ടൻസിലും എല്ലാം എഫക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദ പാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ് അവസാനം? വാട്ട് ഓൾ തിങ്സ് സയന്റിസ്റ്റ് ക്യാൻ ഡു. അപ്പൊ ആക്ച്വലി ഒരു 4-5 ഹെഡിങ് ആണ്, ഹെഡിങ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയാസ് ആണ് ഈ പാരഗ്രാഫ് മൊത്തത്തിൽ കൺവേ ചെയ്യുന്നതെന്നുള്ള ഒരു റഫ് ഡ്രാഫ്റ്റിലാണ് ഞാൻ എഴുതാതിരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ തീമുകൾ. ഇപ്പോ ഫസ്റ്റ് പാര ഞാൻ പറഞ്ഞില്ലേ, എർത്ത് ക്യൂക്ക് ആസ് എ ഡെഡ്ലി എനിമി ഓഫ് മാൻ കൈൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്താണ് കുറെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഇത് 1/3 ആകെ ഇച്ചിരി പാടാം, എന്നാ പറ്റുകയും ചെയ്യും. ഇപ്പൊ ഞാൻ 1/3 ആക്കിയ രീതി ഞാൻ വായിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ എർത്ത് ക്യൂക്ക്, ഇതിന്റെ ഹെഡിങ് നിങ്ങൾ എന്ത് കൊടുക്കും? ഇപ്പൊ ഇത്രയും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ടൈറ്റില് കൊടുക്കാനുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്ത് കൊടുക്കും ടൈറ്റില്? ഞാൻ കുറെ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ആരും അനക്കില്ലല്ലോ. എർത്ത് ക്യൂക്ക് കൺസേൺസ് എന്നൊരാൾ പറയുന്നു. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈറ്റില് എന്ത് കൊടുക്കാൻ പറ്റും? ഡെഡ്ലി എനിമി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേർഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാര്യം ഇറ്റ്സ് എ ഡെഡ്ലി എനിമി. കാര്യം നമ്മൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എനിമീസിനേക്കാളും വലുതാണ് എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അത് പറയുന്നുണ്ട്. അതിന്റെ മാസ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം എവരി വൺ ഇൻ ദ വേൾഡ് ഈസ് ത്രട്ടൻഡ് ബൈ ഹിം എന്ന്. അപ്പോ ഈവൻ നമ്മളിപ്പോ ലിറ്ററേച്ചർ അല്ലെ ഇംഗ്ലീഷ് രീതിയിൽ നോക്കി കഴിഞ്ഞാൽ പേഴ്സോണിഫൈ ചെയ്തേക്കുവാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തേക്കുവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എർത്ത് ക്യൂക്കിന് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ലിവിങ് ക്രീച്ചറിന്റെ പരിവേഷം കൊടുത്തേക്കുവാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഡ്ലി എനിമി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഫിഗറേറ്റീവ് ഒരു സ്റ്റൈലുണ്ട്. അത് നല്ല രസമാണ്. അങ്ങനത്തെ ഒക്കെ ഹെഡിങ് കൊടുക്കുമ്പോൾ കുറച്ചൊരു തിങ്കിങ് സംഭവമാണെന്ന് തോന്നും. പ്യുവർലി സയന്റിഫിക് അല്ലാത്തൊരു ഹെഡിങ് പോലെ തോന്നും. And again, terrifying impacts of earthquake, the deadly enemy, silent killer.
അതെ, സൈലന്റ് കില്ലർ. ദ സൈലന്റ് കില്ലർ, എർത്തിക്വക്ക് ദ സൈലന്റ് കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇടാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ. അറിയും, പക്ഷെ സൈലന്റ് അല്ല. സൈലന്റ് കില്ലർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കില്ല് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ വരെ അറിയത്തില്ലല്ലേ. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. ദാമോദർജി ദാമു, ദാമോദർജി, അരെ ദാമോദർജി, അമൃത വി എം, എർത്തിയോക്ക് എ ത്രെറ്റ് ടു മാൻകൈൻഡ്. യെസ്, പവർ ഓഫ് എർത്തിയോക്ക്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. എർത്തിയോക്ക് മേജർ ഡിസാസ്റ്റർ ഇൻ ദ എർത്ത് കൊടുക്കാം നമുക്ക്. ഇത് സയന്റിഫിക് ആയിട്ടോ ഏത് രീതിയിൽ, എ പെറിൽ ടു ഹ്യൂമൻ കൈൻഡ്. അഗെയിൻ എർത്തിയോക്ക് എ പെറിൽ ടു ഹ്യൂമൻ കൈൻഡ്, നല്ലൊരു ഹെഡിങ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടത്തില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഓക്കെ, ജിയോളജിക്കൽ ഡിസാസ്റ്റർ. നമസ്കാരം ദാമോദർജി. യെസ്, എനിവേ ഞാൻ പറഞ്ഞില്ലേ, എർത്തിയോക്കിന്റെ ഡാമേജ് ഇൻ ജനറൽ എന്ന് പറഞ്ഞ് ആദ്യം നമുക്ക് പറയാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇറ്റ്സ് എർത്തിയോക്ക് സ്ട്രൈക്സ് വിത്തൗട്ട് വാർണിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പോർഷൻ ഇല്ലേ, അതെല്ലാം നമുക്ക് അതിന്റെ ഒരു ജനറൽ ഇതായിട്ട് പറയാം. പിന്നെ അതിന്റെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഡാമേജ് പറയാം. പിന്നെ ആ സ്പെസിഫിക് ഡാമേജ് പറയുമ്പോൾ നമുക്ക് ആ ഡാറ്റാസ് യൂസ് ചെയ്യാം, ആ ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്യാം. അതൊന്നും മിസ്സാക്കരുത്. ആ 3 ഡാറ്റയും ഏറ്റവും ചുരുക്ക വേർഡ്സിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതില് അലാസ്കയുടെ കാര്യം പറയുമ്പോൾ ഈ പോർഷനും മിസ്സാവരുത്. എന്ത് ചെയ്യാൻ ഈ ജിയോളജിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നതാണ്ട് ഈ പറയുന്നുണ്ടോ, ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് മൂവ് ഓവർ 80 ഫീറ്റ് ഫാർ വെസ്റ്റ്. അത് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിവേ, ഞാനിപ്പോ ഇതിന്റെ ഒരു ഷോർട്ടായിട്ട് ഉള്ള ഒരു പ്രൈസി പറയാം, വായിക്കാം. നിങ്ങൾ നോക്ക്, ശ്രദ്ധിക്കാം. എർത്തിക്വക്ക് ഈസ് ദ മാൻകൈൻഡ്സ് ഡെഡ്ലി എനിമി. ഫസ്റ്റ് സെന്റൻസ്, ആ ഒറ്റ സെന്റൻസിൽ അത് ആദ്യം പറഞ്ഞ ആ സംഭവങ്ങൾ ഞാൻ അങ്ങ് ചുരുക്കി. എന്നിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ, Earthquake strikes all without a distinction of nationality or political affiliation. Earthquake അങ്ങനെ ഈ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നുണ്ട്, recognizes no national boundaries, political parties. ആക്ച്വലി ഇതൊരു ജനറൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് അതിനെ ഞാൻ ഉപയോഗിച്ചു. Earthquake strikes all without a distinction of nationality or political affiliation. The power, ഇനി പവർ ഓഫ് earthquake ആണ് പറയുന്നത്. അതുകൊണ്ട് നാലാമത്തെ സെന്റൻസ്, the power of earthquake ഏതൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റിയതിനേക്കാളും കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ദ പവർ ഓഫ് എ ക്വക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എനി മാൻമെയ്ഡ് വെപ്പൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അതാണല്ലോ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം. ദ പവർ ഓഫ് എർത്തിക്വക്ക് ഈസ് എന്താ, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എനി മാൻമെയ്ഡ് വെപ്പൺ ഓർ മാൻമെയ്ഡ് ഡിസ്ട്രക്ഷൻ, എല്ലാത്തിനേക്കാളും മേലാണ്. അടുത്തത്, ആൻഡ് എർത്തിക്വക്ക് സ്ട്രൈക്സ് മാൻകൈൻഡ് വിത്തൗട്ട് എ, ദാണ്ട് ഇവിടെ എഴുതിയുണ്ട്, ഇവിടെ മാൻകൈൻഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എർത്തിക്വക്ക് സ്ട്രൈക്സ് വിത്തൗട്ട് വാർണിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഈ അവസാനത്തെ ഇതുകൂടെ അങ്ങ് മിക്സ് ആക്കി. കാര്യം നമ്മൾ എന്തായാലും സയന്റിസ്റ്റിനെ പറ്റി അവസാനം പറയാൻ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ആൻ എർത്തിക്വക്ക് സ്ട്രൈക്സ് മാൻകൈൻഡ് വിത്തൗട്ട് എ വാർണിംഗ്. അതാണ്ട് ഈ എർത്തിക്വക്ക് സ്ട്രൈക്സ് വിത്തൗട്ട് എ വാർണിംഗിന്റെ ഇടയ്ക്ക് മാൻകൈൻഡൂടെ കയറ്റി without a warning. ഇപ്പൊ ഒരു a modern city when struck by earthquake is reduced to a rubble എന്ന് നമുക്ക് വേണേൽ പറയാം. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ്. ഓക്കെ, അത് ഇതിലില്ല. കാര്യം അത് മൊത്തം പ്രശ്നങ്ങളാണെന്നല്ല എഴുതിയേക്കുന്നത്. മോഡേൺ സിറ്റി ഡാമേജസ്, ഇറ്റ് കോസസ് എ ഗ്രേറ്റ് പ്രശ്നങ്ങളാണ്, ഇറ്റ് ഹാസ് സ്ട്രക്ചർഡ് പ്രിമിറ്റീവ് അങ്ങനെ പറഞ്ഞിട്ട് ഗ്യാസ് മെയിൻസ് ബേസ്റ്റ് എക്സ്പ്ലോഷൻസ്, ഇതൊന്നും ആഡ് ചെയ്യണ്ട. ഇതൊക്കെ നമുക്ക്
ഇറലവന്റ് ആയിട്ട് കളയാവുന്ന സാധനങ്ങളാണ്. ഗ്യാസും എക്സ്പ്ലോഷനും ഫയറും റെയിൽവേസ് റെക്കാവും, ഇതൊക്കെ നമുക്ക് ഡാംസ് കൊളാപ്സ് ആവും, ബിൽഡിംഗ് കൊളാപ്സ് ആവും, ബ്രിഡ്ജസ്, ഗേപ്പിംഗ് ക്രെവിസസ്, ഇതെല്ലാം അതുപോലെ ഒഴിവാക്കാം. ബിസി സ്ട്രീറ്റിലോ വര വീഴുന്നു ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായില്ല, വേണ്ട കാര്യം മാത്രം മതി. അപ്പം എന്താ ഞാൻ യൂസ് ചെയ്ത മോഡേൺ സിറ്റി വെൻ സ്ട്രക്ക് ഈസ് റെഡ്യൂസ് ടു എ റബിൾ. അടുത്തത് an earthquake strikes plains, seas and mountains. ഒറ്റയടിക്ക് ആ 3 കാര്യങ്ങളും അതിൽ ഞാൻ ആഡ് ആക്കി. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് ഇറ്റ് സ്ട്രൈക്സ് മൗണ്ടൻസ്, സീസ്, പ്ലെയിൻസ് എല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ an earthquake strikes plains, seas and mountains causing all round destruction. ഓക്കെ, ഈ പറഞ്ഞ ഈ ഡിസ്ട്രക്ഷൻ എല്ലാം ഒരു ഓൾ റൗണ്ട് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് ഒതുക്കി. നമ്മളിവിടെ എന്താ മാരകമായ ആർട്ടിക്കിളുകളൊന്നും അല്ല എഴുതുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് അതിനുള്ള സമയമില്ല, അതുകൊണ്ട് ഈ രീതിയിലൊക്കെ നമുക്ക് ഒതുക്കാം. മനസ്സിലായില്ല? നെക്സ്റ്റ്, ഇത് കഴിയുമ്പോൾ തന്നെ ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, മൗണ്ടനും അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പറയുന്ന പാസ്റ്റിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്യുവാണ്. അപ്പോ ദ എർത്തിക്വേക്ക് സ്ട്രക്ക് ലിസ്ബൺ ഇൻ 1755. The earthquake struck Lisbon in 1755, killing 450. Killing 450 അത് ഒരുമിച്ചാക്കി, അതെല്ലാം കൂടെ ഒറ്റ സെന്റൻസ് ആക്കാൻ ഞാൻ നോക്കുക. അപ്പം the earthquake struck Lisbon in 1755, killing 450, semicolon. Peru in 1970, killing 50,000. ആ സെമികോളം കഴിഞ്ഞ് പെറു ഇൻ 1950 എന്താ പെറു ഇൻ 1970 കില്ലിംഗ് 50,000. വീണ്ടും സെമികോളം ഇട്ടിട്ട് അലാസ്ക ഇൻ 1968 മൂവിങ് ഇറ്റ് 80 feet ഇൻടു ദ പസഫിക് ഓഷൻ. അപ്പൊ നമ്മൾ അത് ഇത്രയും സാധനങ്ങൾ ഒറ്റ ഈ പാരഗ്രാഫിലുള്ള മൊത്തം സാധനങ്ങൾ ഒരുമിച്ചാക്കി. ആ സെമികോളന്റെ യൂസേജ് മനസ്സിലായാൽ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ 3 നമ്മൾ ഇൻ 70 the quake struck Lisbon in 1755, killing 450, semicolon. Peru in 1970, killing 50,000, semicolon. Alaska in 1968, moving it. അത് അവിടെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൂവിങ് ഇറ്റ് 80 feet ഇൻടു ദ പസഫിക് ഓഷൻ എന്നുള്ള ആ ഒരു ഫാക്ട് അതിന്റെ ഇടയിൽ അങ്ങ് കയറ്റി. അല്ലേ? അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ക്ലിയർ ആണോ? ഓക്കെ, can you repeat this portion? ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരുന്ന ഈ പാരഗ്രാഫ് എനിക്ക് ഒറ്റ സെന്റൻസിൽ, ഈ ഫാക്ടുകളെല്ലാം എനിക്ക് ഒറ്റ സെന്റൻസിൽ ആക്കണം. കാര്യം എന്തായാലും ഇതിൽ 3-4 സെന്റൻസ് ഉണ്ട്. ഇത് 1/1-2 സെന്റൻസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ 330 100 ആക്കാൻ വലിയ പാട് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെന്റൻസിന് ദ എർത്തിയോക്ക് സ്ട്രക്ക് നമ്മൾ പാസ്റ്റ് ആയിട്ട് എഴുതുക. ദ എർത്തിയോക്ക് സ്ട്രക്ക്, സ്ട്രൈക്ക് അല്ല, സ്ട്രക്ക് ലിസ്ബൺ ഇൻ 1755, കില്ലിംഗ് 450. കില്ലിംഗ് 450, ഇത് കിൽഡ് എന്നൊക്കെ പറഞ്ഞുമ്പോ നമ്മൾ വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. കില്ലിംഗ് 450, സെമികോളൻ ഇട്ടിട്ട് പെറു ഇൻ 1970, കില്ലിംഗ് 50,000. അലാസ്ക ഇൻ 1968 എന്താ സംഭവിച്ചത്? അന്ന് അവിടെ കുറച്ച് പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പം അതിനല്ല അവിടെ ഇമ്പോർട്ടൻസ്. അവിടെ എന്താ, അവിടെ അതിന്റെ ഇന്റൻസിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെ? 80 feet ഫാർദർ വെസ്റ്റ് ഇൻ ടു ദ പസഫിക് ഓഷൻ പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അലാസ്ക ഇൻ 1968 വേണമെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ അതും ആഡ് ചെയ്യാം. കില്ലിംഗ് എ ഫ്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിന്റെ കൂടെ മൂവിങ് ഇറ്റ് 80 feet ഇൻ ടു ദ പസഫിക് ഓഷൻ എന്ന് ആഡ് ചെയ്യാം. എല്ലാം അപ്പൊ നമുക്ക് തോന്നുന്ന പോലാണ്. ഓക്കെ, അവിടം വരെ ആയപ്പം തന്നെ കഴിഞ്ഞു ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. ഇനിയിപ്പം നമ്മൾ ജിയോളജിസ്റ്റ്, സയന്റിസ്റ്റുമാർ, അവർ രണ്ടുപേരും നമുക്ക് ഒന്നായിട്ട് കൂട്ടാം. സയന്റിസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ജിയോളജിസ്റ്റിന്റെ സംഭവം ആക്ച്വലി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഇനി ജിയോളജിസ്റ്റിന്റെ ആവശ്യമില്ല. 80 feet നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. അപ്പൊ ഇനി ഇമാജിൻ ദ പവർ ഓഫ് സംതിങ് ദാറ്റ് ക്യാൻ മൂവ് ആൻ എൻറ്റയർ സബ് കോണ്ടിനെന്റ്, അത് വായിക്കുന്ന ആൾക്ക് അവർ ഇമാജിൻ ചെയ്തോളൂ. ഇങ്ങനെ എടുത്ത് പറയണ്ട. നമ്മുടെ പ്രൈസിയുടെ കഴിവ് അതാണ്. അത് വായിക്കുമ്പോൾ അവര് ഉയ്യോ എന്ന് ആലോചിക്കും. മനസ്സിലായില്ലേ? പാസേജ് വായിക്കുമ്പോൾ അതിലെല്ലാം പറഞ്ഞിരിക്കും. പ്രൈസിൽ അങ്ങനെ ഈ സാധനങ്ങളൊന്നും പറയത്തില്ല.
ഓക്കെ, ആ പാരഗ്രാഫ് നമ്മൾ ഒറ്റയടിക്ക് അതിൽ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് പാരയിൽ ശരിക്കും പറഞ്ഞ സയന്റിസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമിനെയാണ് പറയുന്നത്, അതാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവരുടെ ആ ഒരു എഫേർട്ടിന് ആ രീതിയിൽ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ദേ ആർ ഡീലിംഗ് വിത്ത് ഫോഴ്സസ് സോ ഇമ്മൻസ് ദാറ്റ് മാൻ cannot hope to resist them. All that can be done is to try to pinpoint just where the earthquake will strike and work from there. അപ്പൊ അറ്റ്ലീസ്റ്റ് സം പ്രിക്കോഷണറി മെഷേഴ്സ് ക്യാൻ ദെൻ ബി ടേക്കൺ ടു സേവ് ലൈഫ്സ് ആൻഡ് സം ഓഫ് ദ പ്രോപ്പർട്ടി. ഇതാണ് പറയുന്ന കാര്യം. അപ്പൊ ഞാൻ ഇത് ഒറ്റ സെന്റൻസ് ആക്കാൻ നോക്കുവാണ്. സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് മീൻസ്. സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് മീൻസ് ടു കോംബാറ്റ് എർത്ത്. ശരിയല്ലേ? സയന്റിസ്റ്റ് ആർ ഫൈൻഡിങ് മീൻസ് ടു കോംബാറ്റ് എർത്ത്, കോമ ഇട്ടിട്ട് ടു പ്രെഡിക്ട് ദ ഒറിജിൻ ഓഫ് ദ ക്വക്ക്. ഈ എർത്ത് ക്വക്ക് എന്ന് യൂസ് ചെയ്താൽ മതി. നമുക്ക് എർത്ത് എന്ന് എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല, ക്വക്ക് എന്ന് യൂസ് ചെയ്താലും മതി. പക്ഷെ അതിപ്പോ എർത്ത് എന്ന് എഴുതി ക്വക്ക് എന്ന് എഴുതിയാലും എങ്ങനെ എഴുതിയാലും ഒറ്റ വേർഡായിട്ടേ ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ക്വക്ക് എന്ന് പറയുന്നതാണ് ബെറ്റർ. പിന്നെ എഴുതുമ്പോഴേ ആദ്യം മാത്രം എർത്ത് എന്ന് കൊടുത്താൽ മതി, പിന്നെ തൊട്ട് ക്വക്ക് എന്ന് കൊടുത്താൽ മതി. അപ്പൊ സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് മീൻസ് ടു കോംബാറ്റ് എർത്ത്, to predict the origin of the quake so that precaution can be taken to save man and property from destruction. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് പ്രിക്കോഷൻ ഇമ്പോർട്ടന്റ് ആണ്, സേവ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ രണ്ട് സാധനം ഇതാണ്ട് സയന്റിസ്റ്റ് ആർ ഫൈൻഡിങ് മീൻസ് ടു കോംബാറ്റ് എർത്ത് കൂടെ ആഡ് ചെയ്തപ്പോ ഈ പാര ഒറ്റ സെന്റൻസ് ആയില്ലേ? നമ്മൾ 3 സെന്റൻസിൽ കിടക്കുന്ന ഈ കാര്യത്തെ ഒറ്റ സെന്റൻസ് ആക്കിയില്ല, 3 അല്ല 4 സെന്റൻസിൽ കിടക്കുന്ന ഇതിനെ ഒറ്റ സെന്റൻസ് ആക്കി. അപ്പൊ തന്നെ ആഡ് ചെയ്തപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു അറൌണ്ട് 115 ആണ് ഇപ്പൊ നമ്പർ. നമ്മൾ പറഞ്ഞില്ല 110 അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രൈസി അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാം. സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഈ പ്രൈസി ഞാൻ ഇട്ടേക്കാം, PPT-യിൽ ഇട്ടേക്കാം. മറ്റേത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇടുന്നില്ല എന്തായാലും, കാര്യം ഇനി അത് ചോദിക്കത്തുമില്ല, അല്ലെങ്കിൽ റാൻഡം ഒരു പ്രൈസി ആയിരുന്നല്ലോ. ഇത് നമ്മൾ മോക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇട്ടേക്കാം. ഓക്കെ, അതാ നേരത്തെ ആൾക്കാർ ടെലഗ്രാം അത് അവര് നിങ്ങൾക്ക് അയച്ചു തരുമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ PPT-യുടെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് മീൻസ് ടു കോംബാറ്റ് എർത്ത് ടു പ്രെഡിക്ട് ദ ഒറിജിൻ ഓഫ് ദ ക്വക്ക് സോ ദാറ്റ് പ്രിക്കോഷൻ ക്യാൻ ബി ടേക്കൺ ടു സേവ് മാൻ ആൻഡ് പ്രോപ്പർട്ടി ഫ്രം ഡിസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോർമലി എഴുതിയതിനു ശേഷം നമുക്ക് ഈ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പിന്നെ ഷോർട്ട് ആക്കാനുള്ള വഴികളിൽ മെയിൻ ഒരു കാര്യമാണ് ഈ കോമ ആൻഡ് സെമി കോളൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വലിയൊരു ടാസ്കേ അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് എഴുതാം. കിട്ടിയ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കി ഒരു റഫ് ഡ്രാഫ്റ്റ് ഒരു 4-5 മിനിറ്റ് വെച്ച് കൊണ്ട് എഴുതിയിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്ക് എടുത്ത്, അല്ലെങ്കിൽ 3-4 മിനിറ്റ് കൊണ്ട് ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി റിവ്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ട്. പക്ഷെ ഓൺലി ഫോർ ദോസ് ഹു പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് കിട്ടത്തില്ല. കാര്യം നമ്മളൊന്ന് ആലോചിച്ച് തന്നെ 15 മിനിറ്റ് കളയും വേണമെങ്കിൽ. നമ്മൾ റാൻഡം നമ്മൾ എന്തൊക്കെ മെയിൻ ഐഡിയാസ് ആണ്, എന്ത് മെയിൻ തീമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഈ പാര തന്നെ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം എർത്ത് പറ്റിയാണ്, അതിന്റെ എർത്ത് ദ ഗ്രേറ്റ് ഡിസ്ട്രോയർ, അതിന്റെ ഇന്റൻസിറ്റിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡെഡ്ലി എനിമി ഓഫ് മാൻകൈൻഡ് ആണ് എർത്ത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ഇൻ ജനറൽ പറയുന്നുണ്ട്, ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ഇൻ പർട്ടിക്കുലർ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒഴിവാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ അവസാനം എന്തൊക്കെ ഇനി ഫ്യൂച്ചർ വേ ഫോർവേഡ്, വാട്ട് ഓൾ തിങ്സ് സയന്റിസ്റ്റ് ക്യാൻ ഡു എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് പാസേജ് നോക്കിയാലും അഡ്രസ് ചെയ്താലും നിങ്ങൾക്ക് പ്രൈസ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോ ചുമ്മാ ഈ എന്തെങ്കിലും സമ്മറി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് ലോജിക്കൽ കണക്ഷൻ കാണത്തില്ല,
എഴുതുന്നതിൽ കുറെ മിസ്റ്റേക്സ് ആണ്. എങ്ങനെയായാലും 5 മാർക്ക് കൂടുതൽ അവർ 5 മാർക്ക് അല്ല, ഒരു 3 മാർക്ക് കൂടുതലൊന്നും തരത്തില്ല. നന്നായിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 5 to 6 മാർക്സ് കിട്ടും. കാര്യം ഈ എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് എഴുതുന്ന ആൾക്കാർ തമ്മിലാണ് ഡിഫറൻസ് ഇല്ല. അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഡിസ്ക്രിപ്റ്റീവില് വലിയ മാറ്റമൊന്നും ഇല്ല, ഫസ്റ്റ് പേപ്പറിൽ നല്ല മാർക്ക് മേടിക്കണം. ഞാൻ അത് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നന്നായിട്ട് എഴുതുന്ന ആൾക്കാർ തമ്മിൽ 1-2 മാർക്കിന്റെ വ്യത്യാസം ഡിസ്ക്രിപ്റ്റീവ് കാണത്തുള്ളൂ. പക്ഷെ ഒട്ടും എഴുതാതെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരും മറ്റേതോടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളൊരു എബോവ് ആവറേജ് പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു 2-3 മാർക്കിന്റെ ഡിഫറൻസ് എല്ലാവരും തമ്മിൽ കാണത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് പേപ്പറിൽ നല്ല മാർക്ക് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. കാര്യം ഇതിൽ കട്ട് ഓഫ് മാത്രമല്ല, ഇതിൽ ടോപ്പ് റാങ്ക് വന്നാലേ ജോബ് കിട്ടത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. 500 പേരെയൊക്കെ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പം 100 പേർക്കൊക്കെ ജോലി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ഓരോ വട്ടത്തെ ഇതൊക്കെ അനുസരിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സെക്കൻഡ് പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുപോലുള്ള എക്സാം ഇനി വരണമെന്നില്ല. ഐ മീൻ ഹൈക്കോർട്ട് പോലത്തെ ചിലർക്ക് ഭയങ്കര പറ്റാവുന്ന ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷും GK ഒക്കെ മാത്രം, ബാക്കി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവർ. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ശരിക്കും ഇരുന്ന് പഠിക്കണം. നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. കാര്യം ഡിസ്ക്രിപ്റ്റീവിലൊന്നും നമുക്കൊന്നും വലിയ നഷ്ടപ്പെടാനൊന്നുമില്ല. ഐ മീൻ നമുക്ക് എല്ലാം കിട്ടത്തതേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക നിങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതല്ലാതെ തന്നെ നിങ്ങൾ റാൻഡം ടോപ്പിക് എടുത്തിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. കോംപ്രഹെൻഷൻ ആണെങ്കിലും ഇപ്പം പാസേജ് ആണെങ്കിലും പ്രൈസ് ആക്കാനുള്ള ഒരുപാട് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതി നോക്കിയിട്ട് അതിലെന്തെങ്കിലും മോഡലൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ അനുദീപ് ബ്ലോഗ്സിൽ തന്നെ എന്തെങ്കിലും റൈറ്റിംഗ് പ്രാക്ടീസിന്റെ ഒക്കെ കോഴ്സ് ഒക്കെ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക. എനിവേ, പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ എസ്സേസ് ആണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എസ്സേസിനെ പറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് മുന്നേ ചോദിച്ചത് ജസ്റ്റ് മുന്നത്തെക്കാളും ഇനി വരാൻ സാധ്യത ഉള്ളത് പോലുള്ളതിനെ ഡിസ്കസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഞാൻ നോക്കട്ടെ. എങ്കിലും സ്റ്റിൽ അതിനൊരു അപ്രോച്ച്, റൈറ്റിംഗ് രീതി ഇമ്പോർട്ടന്റ് ആണ് എസ്സേസിന്. സ്റ്റിൽ ഷോർട്ട് എസ്സേസ് ആണ് ഇനി ഇതിൽ നിങ്ങൾക്ക് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ ലോങ് എസ്സേസിന്റെ ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനി ഇത് റിലേറ്റഡ് ഉണ്ടോ, ഡിസ്ക്രിപ്റ്റീവ് റിലേറ്റഡ്? ഒബ്ജക്റ്റീവ് GK ഫാക്ട്സ് ഡിഗ്രി പ്രിലിംസ് പ്രിപ്പറേഷൻ മതിയോ? ഡിഗ്രി പ്രിലിംസ് പ്രിപ്പറേഷൻ ഓക്കെ. ആൻഡ് ഡിഗ്രി പ്രിലിംസ് പ്രിപ്പറേഷൻ നല്ലതാണ്, അത് നല്ലതാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ചില കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കണം. മുന്നത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്താ ലീഗൽ വൊക്കാബുലറി, അത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഇല്ലല്ലോ. ലീഗൽ വൊക്കാബുലറിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് അനിത ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ക്ലാസ്സിലുള്ള സംഭവങ്ങൾ അതുപോലെ പഠിക്കുക. 90% അതിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ വട്ടം ചോദിച്ചില്ലെങ്കിൽ ചോദിക്കും ഉറപ്പായിട്ടും. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കേട്ടാൽ മതി. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കുറവാണ് പൊതുവെ. ഹൈക്കോർട്ടിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, കുറവാണ് കമ്പയർഡ് ടു ഡിഗ്രി ലെവൽ എക്സാംസ്. ഫസ്റ്റ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കുമ്പോൾ യൂട്യൂബിൽ അവർ പോസ്റ്റ് ചെയ്യും, അന്വേഷിച്ചാൽ മതി. എല്ലാത്തിന്റെ റെക്കോർഡ് ഉണ്ട്, അപ്ലോഡ് ചെയ്യും. നമുക്കിനി ഒരു ക്ലാസ് കൂടെ ഉള്ളൂ. 4 ക്ലാസ് ആണ് മൊത്തത്തിൽ ഉള്ളത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. എപ്പോൾ കിട്ടും എന്നുള്ളത് നിങ്ങൾ അവിടെ അന്വേഷിക്കുക. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇത് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ക്ലാസ് ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ആണെങ്കിലും അതൊക്കെ അയച്ചു കൊടുക്കുക. കാര്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എസ്പെഷ്യലി ആദ്യത്തെ ആ ക്ലാസ്സിലുള്ള PDF നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കാര്യം അത് എക്സോസ്റ്റീവ് ആയിട്ട് നമ്മൾ കുറെ നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ചിലത് ചോദിക്കാൻ സാധ്യത വളരെ കുറവുള്ളത് വരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടൊരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഈ റൈറ്റിംഗ് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ വലിയ നോക്കണമെന്നില്ല, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് PDF എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഐ മീൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ മിക്കവാറും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾ ഇപ്പം ടെൻഷൻ അടിക്കണ്ട, ഇതിന്റെ ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ എക്സാമിന്റെ. ഇപ്പം ഡിഗ്രി പ്രിലിംസിന്റെ എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രിലിംസിന്റെ 3rd ഫേസ്
ഒക്കെ മുന്നേ ചിലപ്പോൾ ഒരു വീഡിയോ ഇടുമായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇനി അത് ഇപ്പോഴേ കൈ എടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾ ആ സമയത്ത് വായിച്ചാലും മതി. ഒരു കറണ്ട് അഫയർ പിന്നെ ഈ പറഞ്ഞപ്പോ GK നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് നോക്കുന്നത് നല്ലതായിരിക്കും. ഹൈക്കോർട്ടിന് സ്പെഷ്യലായിട്ട് ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്നതും പിന്നെ ലീഗൽ റിലേറ്റഡ് സംഭവങ്ങളും പിന്നെ എന്താ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് നോട്ട്സ് എവിടെ കിട്ടും സാർ ഫോർ എസ്സേക്ക് നമ്മൾ തന്നെ ഇരിക്കണം, നമ്മൾ തന്നെ ഇരുന്ന് നിന്ന് ജസ്റ്റ് റാൻഡം ആലോചിക്കുക. കറണ്ട് ഇഷ്യൂസ് വെറുതെ ഇരുന്ന് ആലോചിക്കുക. ഞാൻ ഇപ്പം വെറുതെ ഇരുന്ന് കണ്ണടച്ച് ആലോചിച്ച്, അല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ കണ്ണടച്ചിരുന്ന് ആലോചിച്ച് എല്ലാരും, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പം മഴ റിലേറ്റഡ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റിലേറ്റഡ്, ഫ്ലഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, സിറ്റി പ്ലാനിങ് റിലേറ്റഡ്, അതുപോലെ ഹിന്ദു എഡിറ്റോറിയൽ പേപ്പർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിലൊക്കെ എല്ലാ ദിവസവും വരുന്ന എഡിറ്റോറിയൽ റീസെന്റ് ആയിട്ട് വരുന്നതൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. അപ്പം നമ്മുടെ ആ ഒരു നാഷണലി നടക്കുന്നതിനേക്കാളും കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഹൈക്കോർട്ടിൽ കുറച്ചുകൂടെ ചോദിക്കാൻ സാധ്യത. എങ്കിലും എഡിറ്റോറിയൽ വായിക്കുമ്പോൾ എഡിറ്റോറിയൽ പൊതുവെ നമ്മള് തമിഴ്നാട് ആണല്ലോ, ചെന്നൈ ബേസ്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നന്നായിട്ട് വരുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് നല്ല എപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്, എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഞാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് എന്തായാലും തരാം. എസ്എ റിലേറ്റഡ് എനിക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ എന്തായാലും തന്നേക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതിനെപ്പറ്റി, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതെങ്കിലും 1-2 എസ്സേസ് ഒക്കെ, എഴുതുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എനി അതർ ഡൗട്ട്സ് റിലേറ്റഡ് ടു പ്രൈസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കുറെ കാര്യമുണ്ട്, ആദ്യത്തെ ഒരു അരമണിക്കൂർ പറഞ്ഞ് ഇതിന്റെ ബേസിക് റൂൾസ് കാര്യങ്ങൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിൽ അപ്രോച്ച് ചെയ്യാം. PPT-യിൽ ജസ്റ്റ് കീവേഡ്സ് ആയിട്ട് പറയുന്നുള്ളൂ, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് വെരി കോംപ്രഹെൻസിബിൾ. അപ്പൊ ഈ എഡിറ്റോറിയല് ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഇൻ ദ സെൻസ് ദാറ്റ് അവർ ആ ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ പോലെ ആണെങ്കിൽ അതിന്റെ ഇൻട്രോയും കൺക്ലൂഷനും അതിന്റെ ബോഡിയും എല്ലാം നമുക്ക് ഒരു ലോജിക്കൽ ഫ്ലോയോടെ എഴുതിയേക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും, എഴുതാൻ നേരത്ത് നമുക്കും ഒരു ഇത് കിട്ടും. പിന്നെയും ഈ പറയുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് വെർഷനെ എഴുതത്തോളം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി അങ്ങ് പോകാം. കാര്യം ഈ എക്സാമിന് ഞാൻ അന്നും പറയുന്നു, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു, സമയം കിട്ടത്തില്ല. സമയം കിട്ടണമെങ്കിൽ അമ്മാതിരി സ്പീഡിൽ എഴുതണം. എഴുതിയതിനെ പറ്റി ആലോചിക്കണ്ട, കഴിഞ്ഞതിനെ പറ്റി ആലോചിക്കണ്ട. അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇച്ചിരിയുടെ സ്പീഡ് എഴുതണമായിരുന്നു. അത് ഞാൻ ഇപ്പോഴേ പറയുവാണ് എല്ലാവരോടും. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ എഴുതുക. ഒന്ന് സമ്മറൈസ് ചെയ്യൂ റൂൾസ്. പാസേജിൽ ആരുടെയും കോഡ്സ് പറഞ്ഞിട്ടുണ്ട്, അത് പ്രസ് ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, പ്രോവേർബ് കോഡ്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ ജസ്റ്റ് ഡിറക്ഷൻ ആണ്. നമ്മള് എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നതെന്നുള്ളത് ഉദ്ദേശം ജസ്റ്റ് ഡിറക്ഷൻ ആണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ വേർഡ്സുകൾ ഷോർട്ട് ആക്കുന്നു. ഇപ്പം മോർ ഓവർ, ഇപ്പൊ സെന്റൻസിന്റെ കണക്ഷൻ കിട്ടാൻ വേണ്ടി നോട്ട് ഓൺലി ബട്ട് ഓൾസോ, മോർ ഓവർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റാദർ, അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊരു ഫ്ലോ ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഫ്ലോ ഇല്ലാത്തടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലോ കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഈ വായന കൊണ്ട് നിങ്ങൾക്ക് വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അത് പിക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞ ആ സാധനം തന്നെ എല്ലാവരും എഴുതി വയ്ക്കും. പക്ഷെ അതിനേക്കാളും ഇപ്പൊ എന്റെ മനസ്സിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കണം റൈറ്റിങ്ങിൽ. ഹാൻഡ് റൈറ്റിങ് എഴുതുന്ന വായിക്കാൻ പറ്റിയാൽ മതി. അല്ല ഭയങ്കര മോശമായിട്ട് എഴുതിയേക്കുന്ന കാര്യം നല്ല കണ്ടന്റ് ആണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശം അല്ലെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. ഈ ഇച്ചിരി സ്പേസ് ഒക്കെ ഇട്ട് എഴുതിയാൽ മതി ഹാൻഡ് റൈറ്റിംഗ് പ്രശ്നമുള്ള ആൾക്കാർ. സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. വേണമെങ്കിൽ സമ്മറൈസ് ചെയ്യാൻ റൂൾസ് ബേസിക്കലി ഇതാണ്
ഒരു കൺസൈസ് എസെൻഷ്യൽസ് ഒന്നും നഷ്ടപ്പെടാത്ത ഒരു സമ്മറിയാണ് പ്രൈസി. 1/3 ആണ്. ക്ലിയർ, കൺസൈസ്, കംപ്ലീറ്റ്. അതെന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു. ക്ലാരിറ്റി വേണം, വേർഡ്സ് മാക്സിമം കുറയ്ക്കണം, കംപ്ലീറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് എല്ലാ വാലിഡ് പോയിന്റ്സ് ഇൻക്ലൂഡ് ആവണം, പിന്നെ യുണീക്ക് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മുടേതായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം, ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തേക്കുന്ന സംഭവം അതുപോലെ തന്നെ എഴുതണം, നമ്മുടേതായിട്ടുള്ള വിംസ് ആൻഡ് ഫാൻസീസ് ഒന്നും അത് ആഡ് ചെയ്യല്ല, ലോജിക്കൽ ഫ്ലോ വേണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, തേർഡ് പേഴ്സണിൽ നിന്ന് എഴുതണം, അല്ലാതെ ഐ വി എന്നൊന്നും പറഞ്ഞിട്ട് എഴുതരുത്. യു ഷുഡിന്റ് ആഡ്, ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ടു ആഡ് കമന്റ് ഓർ എഡിറ്റ് വാട്ട് എവർ റിട്ടൺ. ക്ലാരിറ്റി വരുന്നത് വൈൽ വി യൂസ് സിമ്പിൾ ലാംഗ്വേജ്. ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ച പോലെ നമുക്ക് ഇത് സെൽ ഡിവിഷനെ പറ്റിയൊക്കെ അഗാധമായ നോളജ് കാണും, പക്ഷെ ആ സാധനങ്ങൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നോളജ് നമ്മുടെ അത് ചെക്ക് ചെയ്യുന്ന സാധനം അല്ല പ്രൈസി. പ്രൈസി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈസി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയ പാസേജ് ഷോർട്ടാക്കി ഒരു ലേമാന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വിത്തൗട്ട് മിസ്സിങ് ഇറ്റ്സ് വാലിഡ് പോയിന്റ്സ്. അത് വായിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ ആ ഓ ജനറേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമർ ഇൻ ദ സെൻസ് സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് ഓൾസോ പങ്ക്ച്വേഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഓർഡർ. ആർട്ട് ഓഫ് പ്രൈസി റൈറ്റിംഗിന്റെ ഒരു ഓർഡർ: റീഡിംഗ്, അനലൈസ്, ടൈറ്റിൽ, ഇനിഷ്യൽ ഡ്രാഫ്റ്റ്, പ്രൂഫ് റീഡിംഗ്, ഫൈനൽ കോപ്പി. ഇത് ജസ്റ്റ് ഒരു ഓർഡർ ആണ്, ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പം ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എസ്സേ ഡിസ്കസ് ചെയ്യാം. ആൻസർ ഷീറ്റ് റൂൾ പേപ്പർ ആയിരിക്കുമോ? ഞാനത് മറന്നുപോയി. ഞാൻ എഴുതിയതായിരുന്നു, ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കാണും? ആൻസർ ഷീറ്റ് റൂൾഡ് പേപ്പർ, റൂൾഡ് ഒന്നും അല്ലായിരിക്കും, വൈറ്റ് പേപ്പർ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. പ്ലെയിൻ ആയിരുന്നു. യെസ്, അമൃത പറയുന്നു. ലൈൻ എന്നുള്ള പേപ്പർ ഒന്നും ഇപ്പൊ തരാറില്ല. പണ്ടൊക്കെ നമ്മൾ ഈ പ്രൈസി ആണെങ്കിൽ ബോക്സ് ഇട്ടിട്ട് ബോക്സിന്റെ അകത്ത് എഴുതാനൊക്കെ പറയുമായിരുന്നു നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ. ഇപ്പം 100 വേർഡ്സ് 100 ബോക്സേ കാണും. ആ ബോക്സിന്റെ അകത്ത് എഴുതാൻ പറ്റും, ഈസ് ആണെങ്കിലും എ ആണെങ്കിലും. അപ്പൊ നമ്മൾ ആദ്യമേ സൈഡിൽ വേറെ പേപ്പറിൽ റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ പ്രൈസ് എഴുതാൻ പറ്റത്തുള്ളൂ ഒരു കാലത്ത്. നമ്മൾ ഈ എക്സാമുകൾക്കൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഡ്രാഫ്റ്റ് ഇല്ലാതൊക്കെ എഴുതാൻ നോക്കിയിട്ടുള്ളത്. കാര്യം ഡ്രാഫ്റ്റ് ഇല്ലാതെ ബോക്സിന്റെ അകത്ത് എഴുതി വന്ന പകുതി ആകുമ്പോഴത്തേക്ക് ബോക്സ് തീർന്നു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിവേ അത് നോക്കണ്ട. എനിവേ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്രിപ്റ്റീവ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും നമ്മുടെ. അത് 30th അടുത്ത ക്ലാസ്, മറ്റന്നാൾ. തീയും പരിചയമൊക്കെ ആയിട്ട് ഇമോജി ഒക്കെ ഇട്ടേക്കുന്നു.